ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട് അവർ സെഷൻ. ബാക്കിയുള്ളവർ ജോയിൻ ചെയ്തോളും പതിയെ. സോ നമ്മൾ നമ്മുടെ വെബിനാർ സീരീസിന്റെ വർക്ക്ഷോപ്പ് സീരീസിന്റെ ഫസ്റ്റ് സെഷനിലാണ് എന്നുള്ളത്. നമുക്ക് ഇന്ന് സെഷൻ എടുക്കുന്നത് ജ്യോതിക മാം ആണ്. ജ്യോതിക മാം കേരളത്തിലെ ഏകദേശം 3000-ലധികം കുട്ടികളുടെ എക്കണോമിക്സിലെ നെറ്റിന്റെ മെന്ററാണ്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസും എല്ലാ കാര്യങ്ങളും ജ്യോതിക മാമിനുണ്ട്. സോ ഞാൻ നിങ്ങളൊക്കെ വന്നിട്ടുള്ളത് മാമിന്റെ സെഷൻ കേൾക്കാൻ വേണ്ടിയിട്ടാണെന്ന് അറിയാം. സോ ഞാൻ കൂടുതലൊന്നും ഇൻട്രോ നീട്ടി പറയുന്നില്ല. യു സി നെറ്റ് എക്സാമിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സോ ജ്യോതിക മാം, Yes. okay, you can start. Okay. സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലെ? ഓക്കെ 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 നിങ്ങൾ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും റെസ്പോണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. സോ എന്റെ പേര് ജ്യോതിക എന്നാണ്. ഇക്കണോമിക്സ് നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പം ഫവാസ് പറഞ്ഞ പോലെ തന്നെ ഏകദേശം നിങ്ങളെ പോലുള്ള ഒരുപാട് ആസ്പിറൻസിന്റെ ഡ്രീം ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്ന അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. സോ നിക്കോ ഡൊമൈൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മളെ നെറ്റ് എക്സാമിന്റെ ആപ്ലിക്കേഷൻ വിൻഡോ ഒക്കെ ക്ലോസ് ആവാറായി. ഏകദേശം ആ ഒരു ആപ്ലിക്കേഷൻ വിൻഡോന്റെ ഡേറ്റ് നീട്ടി 23-ാം തീയതി വരെ നമുക്ക് സമയമൊക്കെ ഉണ്ട്. സോ എല്ലാവരും നെറ്റ് എക്സാമിന് രജിസ്റ്റർ ചെയ്തവരാണോ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്? എന്താണ് അവസ്ഥ? രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? യെസ്. ഓക്കെ 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 രജിസ്റ്റർ ചെയ്തവരാണല്ലേ. സോ അപ്പം ഇനി നമ്മുടെ മുമ്പിൽ വിരലെണ്ണാൻ പറ്റുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ആ ഏറ്റവും കുറവ് ദിവസങ്ങളിൽ ഏറ്റവും മോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ട് എങ്ങനെ പഠിച്ച് നെറ്റ് അല്ലെങ്കിൽ JRF എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്വാളിഫിക്കേഷനിലേക്ക് നമുക്ക് എത്താം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഇതിന് മുൻപ് നെറ്റ് എക്സാം എഴുതി പരിചയമുള്ള ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടോ? അതായത് നമ്മൾ ഈ ഒരു സെഷനിലുണ്ടോ? എനിവൺ നെറ്റ് എഴുതി എക്സ്പീരിയൻസ് ഉള്ള ഉണ്ട് അല്ലെ? ഓക്കെ, ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് ടൈം ആണ് നെറ്റ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഓക്കെ ഓക്കെ അപ്പൊ ഒരു മിക്സ്ഡ് ഓഡിയൻസിനാണ് ഞാനപ്പോ ഇന്ന് സെഷൻ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അല്ലെ? ഓക്കെ, ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഏറ്റവും ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം പീരീഡിൽ എങ്ങനെ നമുക്കൊരു നെറ്റ് ഓർ JRF എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ജേർണിയിലേക്ക് എത്താം. അപ്പം ഈ ഒരു 30 ദിവസം അല്ലെങ്കിൽ 30 ദിവസമാണ് നമ്മുടെ മുമ്പിൽ മാക്സിമം ഇനിയുള്ളത്. NTA തന്നിട്ടുള്ള ഡേറ്റ് പ്രകാരം ജൂൺ 22-ന് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ കഴിഞ്ഞ 1-2 ടേമുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ NTA പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ കൃത്യം ഡേറ്റിൽ തന്നെ മേ ബി അവര് എക്സാം തുടങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ നമുക്ക് ഇനി ഒരു ദിവസം പാഴാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുൻപിൽ ഇല്ല. ഓക്കെ, അപ്പം എങ്ങനെ 30 ദിവസം നമുക്ക് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് കൊണ്ടുപോകാം എന്ന് നോക്കാം. അപ്പൊ അതിനൊക്കെ മുൻപ് നമ്മൾ എല്ലാവരും, അതായത് നെറ്റ് എക്സാമിൽ ഏകദേശം ഒരു
87ഓളം ലാംഗ്വേജിലാണ് നെറ്റ് എക്സാം നടക്കുന്നത്, അല്ലെങ്കിൽ ലാംഗ്വേജ് ഇൻ ദ സെൻസ് സബ്ജക്റ്റിലാണ് നടക്കുന്നത്. അപ്പം ഈ സബ്ജക്റ്റിൽ എല്ലാം കമ്പയർ ചെയ്യുന്ന സമയത്ത് മോസ്റ്റ് ഡിഫിക്കൾട്ട് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ പെടുന്ന സബ്ജക്റ്റ് ആണ് ഇക്കണോമിക്സ്. ഓക്കെ, ടു ബി ഫ്രാങ്ക്, നമ്മുടെ എക്സാമിന്റെ പാറ്റേൺ എടുത്ത് നോക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് ഒരേ പാറ്റേൺ അല്ല കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, പാറ്റേണിൽ നല്ല രീതിയിലുള്ള വേരിയബിലിറ്റി ഉണ്ട്, നല്ല രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. എപ്പോഴും ഒരേ രൂപത്തിലായിരിക്കില്ല പാറ്റേൺ ചോദിക്കുന്നത്, ഒരേ രൂപത്തിലുള്ള ഏരിയാസും ആയിരിക്കില്ല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. പക്ഷേ ഇതിനെല്ലാത്തിനെക്കാട്ടിലും ഉപരി NTA നമുക്ക് എല്ലാ എക്സാമിലും റിപ്പീറ്റഡ്ലി തരുന്ന ഒരു ഹിന്റ് ഉണ്ട്. അവര് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ മാറ്റമുണ്ടെങ്കിലും, ഓക്കെ, ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഇപ്പം അസേർഷൻ റീസൺ നമ്മുടെ ഒരു എക്സാമിലേക്ക് ഇപ്പൊ പിന്നെയും കൊണ്ടുവന്നു. 2020 അത് ഒഴിവാക്കിയതായിരുന്നു അല്ലെ, പിന്നെയും കൊണ്ടുവന്നു. പക്ഷെ അത്തരത്തില് പാറ്റേണിൽ മാറ്റം ഉണ്ടെങ്കിലും എക്കണോമെട്രിക്സ് എടുത്തോട്ടെ, മൈക്രോ എടുത്തോട്ടെ, അങ്ങനെ 10 യൂണിറ്റ് നമ്മൾ എടുക്കുമ്പോഴും ഇവർ ചോദിക്കുന്ന ഒരു ഹേർട്ട് ഉണ്ട്. അതായത് ഇപ്പൊ മൈക്രോ എക്കണോമിക്സിൽ ചോദിക്കുന്ന ഒരു ഹൃദയഭാഗമുണ്ട്, എക്കണോമെട്രിക്സിൽ അവർ ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്, അത് സെയിം ആയിരിക്കും. ഓക്കെ, അതിൽ ഡിഫറൻസ് ഒന്നും ഉണ്ടാകില്ല. സോ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു 30 ദിവസം ഫ്രൂട്ട്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ നെറ്റ്വർ JRFന്റെ എലിജിബിലിറ്റി അതിന്റെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ആയിരിക്കും എന്നുള്ള ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അതിന്റെ ജസ്റ്റ് ഒരു പിക്ചറാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ JRF ആണ് ക്വാളിഫൈഡ് ആകുന്നതെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആയ PhDക്ക് അഡ്മിഷൻ കിട്ടും. പിന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ആണ് നിങ്ങൾ ക്വാളിഫൈഡ് ആകുന്നതെങ്കിൽ നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യാം. അഫ്കോഴ്സ് PhDക്കും അഡ്മിഷൻ കിട്ടും. ഇനി പുതിയതായിട്ട് NTA കൊണ്ടുവന്നിട്ടുള്ള, പുതിയതായിട്ട് ഇൻ ദ സെൻസ് നമുക്കൊരു 3 ടേമുകളൊക്കെ ആയിട്ട് വന്നിട്ടുള്ള പുതിയ ക്വാളിഫിക്കേഷൻ ആണ് PhD ടു അഡ്മിഷൻ എന്ന് പറയുന്നത്. അപ്പം PhD ടു അഡ്മിഷൻ ആണെങ്കിൽ നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട്, അതായത് ഒരു കോളേജിൽ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, പക്ഷെ നേരെ മറിച്ച് നമുക്ക് PhD അഡ്മിഷൻ കിട്ടും. അപ്പൊ ഈ ഒരു PhD അഡ്മിഷന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 ഇയർ ആയിരിക്കും കേട്ടോ. നമ്മൾ നെറ്റ് ക്വാളിഫൈഡ് ആയി 1 ഇയർ ആയിരിക്കും ഈ ഒരു അഡ്മിഷൻ ടു PhD എന്നുള്ളതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ ഒരു സൈഡാണ്. ശരിക്കും നമ്മുടെ പ്രിപ്പറേഷനിൽ അതിനെ പറ്റിയിട്ടൊന്നും നമ്മളിപ്പോ കൂടുതലായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇനി നെറ്റ് എക്സാമിൽ, ഇനിയാണ് നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്നത്. നെറ്റ് എക്സാമിൽ നമ്മൾ പേപ്പർ 1ഉം പേപ്പർ 2ഉം എടുക്കുകയാണെങ്കിൽ എല്ലാവരും ചെയ്യുന്ന ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പേപ്പർ 2 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്, സോ പേപ്പർ 2 ഇരുന്ന് അങ്ങ് പഠിക്കും. ഓക്കെ, പേപ്പർ 1 അവിടെ സ്കിപ്പ് ചെയ്യും. പേപ്പർ 1ൽ മാക്സിമം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന മാത്തമാറ്റിക്കൽ റീസണിങ് അല്ലെങ്കിൽ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ ആയിരിക്കും എല്ലാവരും ചെയ്യുന്നുണ്ടായിരിക്കുക. അതിലെ ക്രക്സ് ആയിട്ടുള്ള ഭാഗങ്ങൾ എല്ലാവരും ഒഴിവാക്കും. ഓക്കെ, പക്ഷേ ഇക്കണോമിക്സ് സ്റ്റുഡൻസിന്റെ അടുത്ത്, എക്കണോമിക്സ് ആസ്പിരൻസിന്റെ അടുത്ത് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്, NTA പല രൂപത്തിലും എക്കണോമിക്സ് ആസ്പിരൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കും. പക്ഷേ നമ്മൾ അവിടെ പേപ്പർ 2ൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് വന്നിട്ടുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് ടു പ്രാക്ടീസ് പേപ്പർ 1 ക്വസ്റ്റ്യൻസ്. ഓക്കെ, പേപ്പർ 1ൽ മിനിമം നമുക്ക് 35 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ പേപ്പർ 2ൽ എന്ത് ഡിഫിക്കൽട്ടി വന്നോട്ടെ നമ്മൾ അത് ബാധിക്കുകയില്ല. സോ പേപ്പർ 1 എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ് എക്സാമിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 50 ക്വസ്റ്റ്യൻസേ ഉള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും അത് ലെസ് ഇമ്പോർട്ടന്റ് ആണ് എന്ന് കരുതാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് കേട്ടോ. നമ്മള് അറിയാം 100%, ഇപ്പൊ 6% ആൾക്കാർ മാത്രമേ ഇത് ക്വാളിഫൈഡ് ആകുള്ളൂ, നെറ്റ് ക്വാളിഫൈഡ് ആകുള്ളൂ. 1% ആൾക്കാർ മാത്രമേ JRF ക്വാളിഫൈഡ് ആകുള്ളൂ അല്ലെ. അപ്പം ഈ ഒരു 6% അല്ലെങ്കിൽ 1% എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ പറയും ഇതൊരു ബാലികേറ മലയാണ്, അല്ലെങ്കിൽ ഒരു 6%ൽ കടന്ന് പറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 1%ൽ കടന്നു പറ്റാൻ വേണ്ടിയിട്ട് വളരെ ഡിഫിക്കൽട്ട് ആണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിനുള്ള റോഡ് മാപ്പാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാം എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് അതിന്റെ സിലബസ് എന്താണെന്ന് അറിയണം അല്ലെ. നമ്മളൊരു കാര്യം പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വീട് വെക്കുന്ന സമയത്ത് അതിന്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് തറ കെട്ടുക എന്നുള്ളതാണ്. അതുപോലെയാണ് നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന സമയത്ത് അതിന്റെ സിലബസ് കൃത്യമായിട്ട് നിങ്ങൾ NTA സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് വെച്ചൊരു ഭാഗത്ത് വെച്ചാൽ പോരാ, കൃത്യമായിട്ട് അത് സെപ്പറേറ്റ് നോട്ടിലേക്ക് മാറ്റി എഴുതിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ പ്രിന്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ വെക്കണം. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ്. കാരണം ഇപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻ പാറ്റേൺ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇതൊന്നും സിലബസിലുള്ളതല്ല, ഇതൊന്നും സിലബസ് കൊടുത്തിട്ടില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അതൊക്കെ നമ്മുടെ വിദ്യാധരനെയാണ്. സിലബസിന്റെ അകത്ത് കൊടുത്തിട്ടുള്ള ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് പോലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് എന്ന് പറയുന്ന യൂണിറ്റ്. ഓക്കെ,
ഡിഫറൻസ് ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് മാത്തമാറ്റിക്കൽ എക്കണോമിക്സിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിക്കും കേട്ടോ, കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും മെട്രിക്സും കാര്യങ്ങളൊക്കെയാണ് നോർമലി പഠിക്കാറുള്ളത്. പക്ഷെ ഡിഫറൻസ് ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അങ്ങനെ ക്വസ്റ്റ്യൻസിലൊന്നും ചോദിച്ച് കാണാറില്ലായിരുന്നു. ഓക്കെ, ഇറ്റ്സ് പാസ്റ്റ്. പക്ഷെ ഇപ്പൊ ആ ഒരു പോർഷൻ വളരെയധികം ചോദിച്ച് കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സിലബസിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇപ്പൊ നമ്മൾ നോർമലി കണ്ടുവരുന്ന ഒരു പ്രവണത, എവിടുന്നൊക്കെയോ കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ കേൾക്കുന്നു, എന്തൊക്കെയോ നോട്ടുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, അത് ശരിക്കും തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്. സിലബസ് കൃത്യമായിട്ട് അറിയണം. മൈക്രോയിൽ ഇന്ന ടോപ്പിക്കുകളാണുള്ളത്, അല്ലെങ്കിൽ ഇപ്പൊ ഇന്റർനാഷണൽ ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ ട്രേഡിൽ ട്രേഡ് തിയറീസ് ഇന്നതാണുള്ളത്, ഇന്ന ട്രേഡ് തിയറീസ് ഉണ്ട്, ന്യൂ ട്രേഡ് തിയറീസ് ഇത്രണ്ണമുണ്ട്. ആ ഒരു കോൺസെപ്റ്റിൽ ഒരു അവയർനെസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പ്രിപ്പറേഷനെ ഒരുപാട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അല്ലാതെ നമുക്ക് ഒരു ധാരണ വെച്ച് നമുക്ക് തോന്നുന്ന പോലെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ കടല് പോലെയാണ് നമ്മുടെ സിലബസ് കിടക്കുന്നത്. ഒരിക്കലും ഒരു ആസ്പിരന്റിനെ കൊണ്ടിട്ടും നമ്മുടെ NTA എക്കണോമിക്സിന്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത്രത്തോളം നമ്മുടെ സിലബസിൽ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴും നമുക്കും ലിമിറ്റഡ് ആയിട്ടുള്ള സമയം മാത്രമേ ഉള്ളൂ. ആ ലിമിറ്റഡ് ആയിട്ടുള്ള സമയത്തിലും എങ്ങനെ സിലബസ് ഏകദേശം വേണ്ട രൂപത്തിൽ കവർ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പൊ നമ്മളെ വിജയത്തിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് ഇപ്പൊ എന്റെ കൂടെ ഒരുപാട് പേര് നെറ്റ് എക്സാം ഒക്കെ ഓൾറെഡി എഴുതിയിട്ട് ക്വാളിഫൈഡ് ആകാത്ത ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ആദ്യം ഈ ഫെയിലിയേഴ്സിന്റെ റീസൺ പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെ സക്സസിലേക്ക് എത്താം എന്ന് നോക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് NTA റിപ്പീറ്റ് ചെയ്യുന്ന പാറ്റേണും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം ആദ്യം നമ്മൾ നോക്കുന്നത് റീസൺ ഫോർ ഫെയിലിയേഴ്സ് ആണ് അല്ലെ. നമ്മൾ സക്സസ് ആവുന്ന സമയത്ത് നമ്മളെ പഠിച്ചൂലേ, പഠിച്ച് ക്വാളിഫൈഡ് ആയില്ലേ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ നമ്മളിപ്പോ 0.1% നമ്മൾ ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ ഫെയിലിയർ തന്നെയാണ്. ഓക്കെ, അതും ആരും നമ്മളടുത്ത് ഇപ്പം SLC പാസ്സാവുന്ന പോലെ അല്ലെങ്കിൽ +2 പാസ്സാവുന്ന പോലെ എത്ര പെർസെന്റേജ് ഉണ്ടെന്നോ എത്ര A+ ഉണ്ടെന്നോ എത്ര മാർക്ക് ആണെന്നൊന്നും ആരും നമ്മളടുത്ത് ചോദിക്കില്ല. നെറ്റ് ക്വാളിഫൈഡ് ആയോ ഇല്ലയോ. ആ ഫെയിലിയേഴ്സിന്റെ റീസൺ ആണ് ഞാൻ ഇവിടെ പറയുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, സിലബസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അതാണ് ആദ്യം ഇവിടെ കൊടുത്തിട്ടുള്ളത്, സിലബസ് ഫാക്ടർ. കൃത്യമായിട്ട് 10 യൂണിറ്റും എന്താണ്, അതിൽ എന്തൊക്കെ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്തത് നോക്കിക്കേ, ഇൻകൺസിസ്റ്റൻസി എന്താ? നമ്മളിപ്പം ഇന്ന് പഠിക്കും, ഇന്നിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4-5 മണിക്കൂറൊക്കെ നമ്മൾ ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമ്മൾ പഠിച്ചു. നാളെ ഇനിയിപ്പോ നമ്മൾ വീടിന്റെ അടുത്ത് ഏതെങ്കിലും കല്യാണം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഫ്രണ്ട്സ് നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകും. ഓക്കെ, ഇത് പോകുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്നല്ല ഉദ്ദേശിച്ച് വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും ലിമിറ്റഡ് ആയിട്ടുള്ള സമയം ആ ദിവസം കിട്ടുന്നുള്ളൂ എങ്കിൽ പോലും മിനിമം ഒരു PYQ സെറ്റെങ്കിലും നിങ്ങൾ ചെയ്തിട്ട് അന്നത്തെ ദിവസം കിടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ കൺസിസ്റ്റൻസിനെ ബാധിക്കും. കാരണം നമ്മളെ ബ്രെയിന് ഒരു ടാസ്ക് ഒരു ദിവസം കണ്ടിന്യൂസ്ലി ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസവും നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാകും. ഓക്കെ, അങ്ങനെ നമ്മൾ നിർബന്ധിതരായിട്ട് അത് ഓട്ടോമാറ്റിക്കലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ റുട്ടീന്റെ ഭാഗമായിട്ട് മാറുള്ളൂ. അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ അത് നമ്മളെ വിട്ടിട്ട് അങ്ങനെ പോകും. പിന്നെ നമുക്കൊരു മടിയിലേക്ക് അത് പോകും. ഇനി സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി, ഞാൻ ഒരുപാട് കുട്ടികളെ ഡീൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ എക്സാം കഴിഞ്ഞിട്ടും എക്സാമിന് പോകുന്നതിന് മുൻപും JRFന് വേണ്ടിയിട്ടും ഒക്കെ നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് കണ്ടന്റ് എല്ലാം അവർക്ക് അറിയായിരിക്കും, എല്ലാ കണ്ടന്റും അവർ പഠിച്ചിട്ടുണ്ട്, സിലബസിൽ അത്യാവശ്യമൊക്കെ കവർ ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് PYQ സെറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും എക്സാമിൽ വില്ലനായിട്ട് വരുന്ന ഒരു പോയിന്റ് ആണ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ പലരും അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ഏറ്റവും അറിയുന്ന ആൻസർ വരെ നിങ്ങൾ എക്സാമിൽ കൊണ്ടുപോയി തെറ്റിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ളവരുണ്ടോ എന്റെ കൂട്ടത്തില്? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞേ. സ്നേഹയുടെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. സ്നേഹ AK മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാട്ടോ. യെസ്, കൃപ പറയുന്നുണ്ട്, കൃപ അങ്ങനെ അറിയുന്ന ക്വസ്റ്റ്യൻ കൊണ്ടുപോയിട്ട് തെറ്റിച്ചിട്ടുണ്ട്. അപ്പൊ കൃപ മാത്രമേ തെറ്റിച്ചിട്ടുള്ളൂ, അതോ എന്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവരും അറിയുന്നെല്ലാം ശരിയാക്കുന്ന ആൾക്കാരാണോ? അതോ നിങ്ങൾക്കും ഈ പറഞ്ഞ? യെസ്, ഫാത്തിമത്ത് മെഹബൂബ പറയുന്നുണ്ട്. യെസ്, അപ്പൊ നമുക്ക് എല്ലാവർക്കും, ഇപ്പൊ ഞാൻ അടക്കം എല്ലാവർക്കും അനുഭവം ഉള്ള ഒരു കാര്യമാണ്. ഏറ്റവും നല്ലോണം നമുക്ക് അറിയുന്ന അല്ലെങ്കിൽ കോൺസെപ്റ്റിലെ നമ്മൾ വളരെ പക്കയായിട്ടുള്ള സാധനമായിരിക്കും അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ തെറ്റിക്കുന്നതായിരിക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ആൻസർ കീ ഡൗൺലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് വരുന്ന, പാലക്കാട്. ഒരു മിനിറ്റ് ഒരാളൊന്ന് മ്യൂട്ട് ആക്കട്ടെ.
കേരളത്തില് ഓക്കെ. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് തോന്നുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ അറിഞ്ഞ ക്വസ്റ്റ്യൻ തെറ്റിക്കുക എന്നുള്ളത്. അപ്പം അറിഞ്ഞ ക്വസ്റ്റ്യൻ തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ മലമറിച്ച് ഒരുപാട് പഠിക്കുകയൊക്കെ ചെയ്യും, എന്നിട്ട് എക്സാമിന്റെ തലേന്നും ഉറക്കം ഒഴിച്ചിരുന്ന് ഇങ്ങനെ പഠിക്കും. അത് വളരെ തെറ്റാണ്. ഓക്കെ, എക്സാമിന്റെ ആ ഒരു 7 ദിവസം മിനിമം, ഏറ്റവും കുറഞ്ഞത് 7 ദിവസം മുൻപെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന പോർഷൻസ് മാത്രം പഠിക്കുക. അറിയാത്ത എക്കണോമെട്രിക്സിൽ കുറെ കാര്യങ്ങളും സ്റ്റാറ്റിയിൽ കുറെ ഇക്വേഷൻസും മാത്തമാറ്റിക്കൽ ഇക്കണോമിക്സിൽ ഒപ്റ്റമൈസേഷൻ പ്രോബ്ലം ഒന്നും അപ്പൊ പഠിക്കാൻ വേണ്ടിയിട്ട് പോകരുത്. അറിയുന്ന നിങ്ങൾ ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് അതൊന്ന് എന്ത് ചോദിച്ചാലും ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിക്കുക. അതിനിപ്പോ നിങ്ങൾക്ക് എക്സാം എത്ര ഡിഫിക്കൽട്ട് ആയിക്കോട്ടെ, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഏറ്റവും ഹെൽപ്ഫുൾ ആകുന്ന കാര്യമാണ് കേട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വെറുതെ അല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ടൈം മാനേജ്മെന്റ്. എപ്പോഴും എല്ലാവരും പറയും എനിക്കിപ്പം ഇത്രയും ക്വസ്റ്റൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, 150 ക്വസ്റ്റൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, ഒരു 10 ക്വസ്റ്റൻസ് സ്കിപ്പായി, അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റുള്ള റീഡിംഗ് കോംപ്രഹെൻഷൻ എനിക്ക് സ്കിപ്പായി എന്ന് പറയും. നമുക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ എളുപ്പമുള്ളതാണ് റീഡിംഗ് കോംപ്രഹെൻഷൻ അല്ലെ, സ്കിപ്പായി എന്ന് പറയാറുണ്ട്. അപ്പൊ നിങ്ങൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും സമയം വെച്ചിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ പേപ്പർ 1 ചെയ്യാൻ 1 അവർ എടുക്കുന്നു, പേപ്പർ 2 ചെയ്യാൻ 2 അവർ എടുക്കുന്നു. ഇനി വേണ്ട, പേപ്പർ 1 ചെയ്യാൻ വേണ്ടിയിട്ട് 1 അവറിനെക്കാട്ടിൽ കുറച്ച് കൂടി പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ സമയം മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് PYQ. PYQസിന്റെ ഇമ്പോർട്ടൻസിലേക്ക് ഒക്കെ വരാം. അടുത്തതാണ് ഇൻഅഡക്വേറ്റ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് യൂട്യൂബ് ചാനലിൽ നിന്ന് കേൾക്കുന്നുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും നമ്മൾ PGക്കും UGക്കും ഒക്കെ പഠിച്ചിട്ടുള്ള നോട്ട്സ് അങ്ങ് എടുത്ത് റെഫർ ചെയ്യും. PGക്കും UGക്കും പഠിച്ചിട്ടുള്ള നോട്ട്സ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് എഴുതുന്ന? തിയറി എക്സാമിന് വേണ്ടിയിട്ടുള്ളതാ. ഒരിക്കലും നമ്മുടെ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ നമ്മുടെ ലോജിക്കൽ നോളജിനെ അവിടെ ടെസ്റ്റ് ചെയ്യുന്നില്ല. നമ്മളെല്ലാം ബൈഹാർട്ട് പഠിക്കുന്നു, അത് പിറ്റേ ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടിട്ട് ഛർദ്ദിക്കുന്നു. അതാണ് നമ്മൾ നോർമലി എല്ലാം ചെയ്യാറുള്ളത് അല്ലെ, ചെയ്തുകൊണ്ടിരുന്നത് അതാണ്. പക്ഷെ ഒരിക്കലും NTA നമ്മുടെ ആ ഒരു നോളജിനെ അല്ല ചെക്ക് ചെയ്യുന്നത്. അപ്പം അഡ്വക്കേറ്റ് ആയിട്ടുള്ള റിസോഴ്സ് വേണം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇക്കോണമിയിൽ എന്ത് ചെയ്യും, 27-ാം തീയതി ഒരു ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം നിങ്ങൾക്ക് അഡ്വക്കേറ്റ് ആയിട്ടുള്ള റിസോഴ്സസ് അവരുടെ പ്ലാറ്റ്ഫോമിൽ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. അപ്പം ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള റിസോഴ്സസ് വേണം നിങ്ങൾ നോക്കി പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഓരോ യൂണിറ്റിന്റെയും സിലബസ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു സിലബസ് അനാലിസിസ് അല്ല ഇന്ന് ചെയ്യുന്നത്, നേരെ മറിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ നോട്ട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഈ പോർഷൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഏകദേശം ഒരു 80 to 90% നമ്മുടെ എക്സാമിന് വന്നിരിക്കും. ഓക്കെ, NTA ഒരു പാറ്റേൺ ഉണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം പാറ്റേൺ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക്. സിലബസ് അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാറ്റേൺ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ആദ്യമേ സിലബസ് മനസ്സിലാക്കിയതിനു ശേഷം മൈക്രോ എക്കണോമിക്സിൽ ഓരോ ടോപ്പിക്കും എടുത്ത് പഠിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. അത് വളരെ ബ്ലണ്ടർ ആണ്. നമ്മൾ ചെയ്യേണ്ടത് സിലബസ് മനസ്സിലാക്കിയതിനു ശേഷം മൈക്രോ എക്കണോമിക്സിലെ ഓരോ ടോപ്പിക്കും എത്ര വട്ടം റിപ്പീറ്റഡ്ലി വരുന്നുണ്ട് എന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. അതിന് നിങ്ങൾ മിനിമം, ഏറ്റവും മിനിമം 5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുക. ആ 5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കോൺസെപ്റ്റുകൾ അതേപോലെ തന്നെ മേ ബി ക്വസ്റ്റ്യൻ പോലും മാറ്റാതെ ചോദിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും സിലബസ് കംപ്ലീറ്റ്ലി പഠിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ഏരിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പൊ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, നോക്കിക്കേ, മൈക്രോ എക്കണോമിക്സ് കടൽ പോലെയാണ് നമ്മുടെ സിലബസ് കിടക്കുന്നത്. ടോപ്പിക് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുമ്പോൾ ചെറുതാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇതില് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഒരുപാട് കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ ഡിമാൻഡ് മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യണം. ഇതിൽ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഇൻഡിഫറൻസ് കർവ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ യൂട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ. ഇതെന്തായാലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തത് തിയറി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. തിയറി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിൽ കട്ട് ആൻഡ് ഷുവർ ആയിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഈ വട്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നു, അതിന് മുൻപത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നു, അതിന് മുൻപത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നു, അതിന് തൊട്ട് മുമ്പത്തെ വർഷം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം എല്ലാ കോൺസിക്യൂട്ടീവ് ഇയേഴ്സിലും റിപ്പീറ്റ് ചെയ്യുന്ന ടോപ്പിക് ആണ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ചില വർഷങ്ങളിൽ നമ്മുടെ കോൺസ്റ്റന്റ് ഇലാസ്റ്റിറ്റി പ്രൊഡക്ഷൻ ഫംഗ്ഷനും ചോദിക്കാറുണ്ട്, CES പ്രൊഡക്ഷൻ ഫംഗ്ഷനും ചോദിക്കാറുണ്ട്. പക്ഷെ ഇതിൽ എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. അതിന്റെ പ്രോപ്പർട്ടീസ് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം, അതിനെ മാത്തമാറ്റിക്കലി ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, പിന്നെ അതിന്റെ മാർജിനൽ കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, യൂളേഴ്സ് തിയറമായിട്ട് റിലേറ്റഡ് ആയിട്ട് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ചോദിക്കാറുണ്ട്.
അപ്പം തിയറി ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റിൽ ഇമ്പോർട്ടന്റ് ആണിത്. ഇനിയിപ്പോ കോസ്റ്റ് കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ കോസ്റ്റ് കോൺസെപ്റ്റിൽ ഈ പറഞ്ഞ പോലെ ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഒക്കെ റിലേറ്റഡ് ആയിട്ട് അതിന്റെ ഷേപ്പ്, എന്തുകൊണ്ട് അതിന് ആ ഒരു ഷേപ്പ് വന്നു എന്നൊക്കെ റിലേറ്റഡ് ആയിട്ട് നമുക്ക് സെന്റൻസ് വൈസ് ക്വസ്റ്റ്യൻസ് തരും. അല്ലാണ്ട് ഇപ്പൊ ആവറേജ് കോസ്റ്റ് കാണുക, ടോട്ടൽ കോസ്റ്റ് കാണുക എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരിക്കില്ല ഉണ്ടായിരിക്കുക. കുറച്ച് സെന്റൻസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ തരും. അതായത് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് പരാബോളയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇനി കുറച്ച് സെന്റൻസ് തരും. ഇതിന്ന് ഏതായിരിക്കും ട്രൂ എന്ന് സെലക്ട് ചെയ്യാനായിരിക്കും ക്വസ്റ്റൻ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പം ഈ രണ്ട് ടോപ്പിക് ഒരു കാരണവശാലും നമ്മൾ മൈക്രോയിൽ നിന്ന് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഇനി ഡിസിഷൻ മേക്കിംഗ് അണ്ടർ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് റിസ്ക് എന്ന് പറയുന്നത് വലിയൊരു ടോപ്പിക്കാണ്. പക്ഷെ നമ്മളെടുത്ത നെറ്റ് എക്സാമിൽ ഇതിൽ ക്വസ്റ്റൻ ചോദിക്കാറുള്ളത് 3 ടോപ്പിക്കുകളാണ്: റിസ്ക് അവേർട്ടർ, റിസ്ക് ന്യൂട്രൽ, റിസ്ക് ലവർ. ഓക്കെ, ഈ 3 സാധനങ്ങളാണ് NTA നമ്മളെടുത്ത് ക്വസ്റ്റൻ ചോദിക്കാറ്. അപ്പം ഇതൊരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് ടോപ്പിക് അല്ല, നമുക്കൊരു സൈഡിലേക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തത് ദ കിങ് ഓഫ് മൈക്രോ ഇക്കണോമിക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഗെയിം തിയറി നമ്മൾ NTA ചതിച്ചതാണോ എന്ന് അറിയില്ല. ഇപ്പൊ തൊട്ട് കഴിഞ്ഞിട്ടുള്ള എക്സാമിൽ ഗെയിം തിയറിയിൽ നിന്ന് ഒരു ക്വസ്റ്റൻ പോലും അവർ ചോദിച്ചിട്ടില്ല. പക്ഷെ അതിന് തൊട്ട് മുൻപത്തെ എക്സാമിൽ ഗെയിം തിയറിയിൽ നമുക്ക് 3 to 4 ക്വസ്റ്റൻസ് ചോദിച്ചു. 3 to 4 ക്വസ്റ്റൻസ് ചോദിച്ചു. അതും വളരെ ഈസി ക്വസ്റ്റൻസ് ആയിരുന്നില്ല, കടുകട്ടി ക്വസ്റ്റൻസ് തന്നെയായിരുന്നു. ഞാൻ സെഷനിൽ കാണിച്ചു തരും. ഈ ഗെയിം തിയറി എന്നുള്ള ക്വസ്റ്റൻ ചോദിക്കുന്നതിലും കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞ ക്വസ്റ്റൻസ് ചോദിക്കുന്നതിലും NTAക്ക് കൃത്യമായിട്ടുള്ള ഒരു സോഴ്സ് ഉണ്ട്. പിൻഡിക് ആൻഡ് റുബിൻഫീൽഡിന്റെ മൈക്രോ ഇക്കണോമിക്സിൽ ബുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ട് ആ സെന്റൻസ് അതേപോലെ NTA സെന്റൻസിൽ എന്താ പറയാ, ആ ഒരു ഇതുപോലും ഫ്രേസസ് പോലും മാറ്റാണ് അവർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം കേട്ടോ. അടുത്തത് മാർക്കറ്റ് സ്ട്രക്ചർ. അപ്പം ഗെയിം തിയറി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അതിൽ പഠിക്കേണ്ടത് ഒന്ന് സീറോ സം ഗെയിം, നോൺ സീറോ സം ഗെയിം എന്താണ്, കോപ്പറേറ്റീവ് നോൺ കോപ്പറേറ്റീവ് ഗെയിം എന്താണ്, നാഷ് ഇക്വിലിബ്രിയം കാണാൻ. ഇത്രയും കാര്യങ്ങൾ എന്തായാലും പഠിക്കാം. നാഷ് ഇക്വിലിബ്രിയം ഇല്ലാത്ത ഒരേ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഈ വട്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. ഗെയിം തിയറി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കും. ഇറ്റ്സ് സിമ്പിൾ, പക്ഷെ നമ്മൾ ലോജിക്കലി കുറച്ച് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി മാർക്കറ്റ് സ്ട്രക്ചർ. ഈ മാർക്കറ്റ് സ്ട്രക്ചറും ഗെയിം തിയറിയുമായിട്ട് ഒരു ക്ലബ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇപ്പൊ മാർക്കറ്റ് സ്ട്രക്ചറിൽ മൊണോപോളിനെ പറ്റിയിട്ടും പെർഫെക്റ്റ് കോമ്പറ്റീഷനെ പറ്റിയിട്ടൊക്കെ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എങ്കിൽ പോലും നമ്മുടെ അടുത്ത് ഇപ്പം കുർനോട്ട് മോഡൽ നാഷ് ഇക്വിലിബ്രിയം ആണോ, അല്ലെങ്കിൽ ബ്രെട്ടാൻ മോഡൽ നാഷ് ഇക്വിലിബ്രിയം ആണോ, അതിൽ റിലേറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പം ഈ രണ്ട് ടോപ്പിക് നമുക്ക് ക്ലബ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി എഫിഷ്യൻസി പ്രോപ്പർട്ടീസ് ചോദിക്കാറുണ്ട്, മീൻസ് ഇതിന്റെ എഫിഷ്യൻസി പ്രോപ്പർട്ടീസ് ചോദിക്കാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലങ്ങളിൽ ചോദിച്ചിരുന്നു. ഇപ്പൊ അങ്ങനെ വലിയ രീതിക്ക് ചോദിച്ച് കാണുന്നില്ല കേട്ടോ. ഇനി ഫാക്ടർ പ്രൈസിംഗിലേക്ക് എടുക്കുകയാണെങ്കിൽ ഫാക്ടർ പ്രൈസിംഗിൽ നിന്ന് കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ചോദ്യം കാണാൻ പറ്റുള്ളൂ. ഇത്തവണയും അങ്ങനെ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ റിലേറ്റഡ് ആയിട്ട് ഒരു ഫാക്ടർ പ്രൈസിംഗ് റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. ഇനി ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ് ആയാലും വാൽറാസിന്റെ ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അതെന്താണ് എന്ന് നിങ്ങൾക്ക് ഇവര് നമ്മുടെ ക്രാഷ് കോഴ്സ് ഡീൽ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പൊ വാൽറാസിന്റെ ജനറൽ ഇക്വിലിബ്രിയം സിമ്പിൾ ആണ്, പക്ഷെ അത് അറിയുന്നവർക്ക് മാത്രമേ ആൻസർ ചെയ്യുള്ളൂ. അല്ലാണ്ട് പെട്ടെന്ന് ഒരാൾക്ക് മൈക്രോ കോൺസെപ്റ്റ് വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതല്ല വാൽറാസിന്റെ ജനറൽ ഇക്വിലിബ്രിയം. ഇനി കൽഡർ ഹിഗ്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയ ഒക്കെ പണ്ട് കാലങ്ങളിൽ ചോദിച്ചിരുന്നു. ഇപ്പൊ മാത്രത്തിലുള്ള ക്വസ്റ്റ്യൻസിന്റെ അതിപ്രസരം അങ്ങോട്ട് ഒഴിവായിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻസ് ഒക്കെ. മൈക്രോയില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, ആ ഇൻഡിഫറൻസ് കർവിന്റെ ഭാഗങ്ങൾ, യൂട്ടിലിറ്റി അനാലിസിസ്, അങ്ങനത്തെ കുറച്ച് പോർഷൻസ് പഠിക്കുക. പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, ഗെയിം തിയറി, മാർക്കറ്റ് സ്ട്രക്ചർ. ഈ 4 ടോപ്പിക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശമൊക്കെ നിങ്ങൾക്ക് PYQ ചെയ്യുന്ന സമയത്ത് സ്വന്തമായിട്ടൊരു സമാധാനം കിട്ടും. ഇറ്റ്സ് റിപ്പീറ്റിംഗ്. നിങ്ങൾ PYQ ചെയ്ത് നോക്കുക, വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് അപ്പൊ കിട്ടും. ഇനി ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് അസിമെട്രിക് ഇൻഫോർമേഷൻ, അഡ്വേഴ്സ് സെലക്ഷൻ ആൻഡ് മോറൽ ഹസാർഡ്. ഇതേ സെയിം ടോപ്പിക് നമുക്ക് പബ്ലിക് എക്കണോമിക്സിൽ തന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ടോപ്പിക് ഏതെങ്കിലും ഒരു യൂണിറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിലും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം മൈക്രോ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ല. അതായത് ഏതൊക്കെ ടോപ്പിക് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണമെന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു. ഞാൻ കാണിച്ചു തരും കേട്ടോ ക്വസ്റ്റ്യൻസ് എവിടുന്ന്, ഏത് ബുക്കിൽ നിന്ന്, ഏത് സെന്റൻസിൽ നിന്ന് എടുത്തു എന്ന് ഞാൻ കാണിച്ചു തരും. ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? എല്ലാം വാരി വലിച്ച് നിങ്ങൾ ഒരിക്കലും പഠിച്ചിട്ട് പോവരുത് എക്സാമിന് കേട്ടോ. ഓക്കെ 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 ഓക്കെ. ഇനി
ഇപ്പം ഞാൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ മൈക്രോ ആണ് നമ്മള് കിങ് ഓഫ് ഇക്കണോമിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും NTA UGC നെറ്റ് എക്സാമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മൈക്രോനെ അപേക്ഷിച്ച് ക്വസ്റ്റൻസ് കണ്ടുവരുന്നത് മാക്രോയിൽ നിന്നാണ് കേട്ടോ. ഒരുപാട് ക്വസ്റ്റൻസ് മാക്രോയിൽ നിന്ന് കണ്ടുവരുന്നുണ്ട്. മാക്രോയിലെ ക്വസ്റ്റൻസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മൈക്രോയിൽ നമ്മുടെ ഇതിന്റെ പുറത്തൊന്നും എന്തും ചോദിക്കാം, അതായത് ചിലപ്പോൾ മാത്തമാറ്റിക്കലി ആയിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ മാക്രോയുടെ പ്രത്യേകത ഇതിൽ എന്താണോ ഉള്ളത് അത് മാത്രമേ ചോദിക്കുള്ളൂ. ഓക്കെ, അതും നിങ്ങൾ ഇതിന്റെ എക്സ്ട്രാ കണ്ടന്റ് പഠിക്കണ്ട. ഈ കൊടുത്തിട്ടുള്ള ഓരോരോ ഹെഡിങ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഷുവർ ആയിട്ട് നമുക്ക് മാക്രോയിൽ ഇപ്പൊ 10 ക്വസ്റ്റൻ വന്നിട്ടുണ്ടെങ്കിൽ മിനിമം 8 ക്വസ്റ്റൻ എങ്കിലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അത് ഞാൻ ഗ്യാരണ്ടി ആണ് കേട്ടോ. അതില് ഒരു ഷുവർ ക്വസ്റ്റൻ നമുക്ക് ചോദിക്കുന്നത് ISLM ഫ്രെയിംവർക്ക് ഈ വട്ടം ചോദിച്ചിട്ടില്ല. ISLM ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ISLM ഇല്ലാത്ത ഒരു ക്വസ്റ്റൻ പേപ്പർ പോലും ഞാൻ ഇതുവരെ പേഴ്സണലി കണ്ടിട്ടില്ല. പക്ഷെ ഡിസംബർ 2025 ISLM ഫ്രെയിംവർക്കിൽ നിന്ന് ക്വസ്റ്റൻസ് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു എക്സാമിൽ അത് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ISLM ൽ നിന്ന് 2-3 ക്വസ്റ്റൻസ് ചോദിക്കുന്ന ടേമുകളുണ്ട്. ഓക്കെ, അപ്പം അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അടുത്ത് നിങ്ങൾക്ക് ഷുവറായിട്ടും ക്വസ്റ്റൻസ് വരുന്നത് റാഷണൽ എക്സ്പെക്ടേഷൻ. എല്ലാ വട്ടവും ചോദിക്കാറുണ്ട്, ഈ വട്ടവും ചോദിച്ചിട്ടുണ്ട്. അത് നമ്മളടുത്ത് ചോദിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ മുതൽ പഠിക്കണം. അതായത് റാഷണൽ എക്സ്പെക്ടേഷൻ ഏത് സ്കൂൾ ഓഫ് തോട്ട് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്, ന്യൂ ക്ലാസിക്കലാണോ അത്തരത്തിലുള്ളത് മുതൽ അത് ആര് കൊണ്ടുവന്നു, റോബർട്ട് ലൂക്കാസ് ആണോ, വർഷം 1970 ആണോ, അത് നമ്മൾ ഫിലിപ്സ് കർവ് ഒക്കെ ആയിട്ട് ക്ലബ് ചെയ്തൊക്കെ പഠിക്കാൻ വേണ്ടി നമുക്ക് പറ്റും. അങ്ങനെ തന്നെ നമ്മൾ പഠിച്ചു വെക്കുക. എന്താണ് റാഷണൽ എക്സ്പെക്ടേഷൻ, ഹൈപ്പോത്തിസിസ് എന്ന് നമ്മൾ പഠിക്കുക. സെന്റൻസ് ആയിട്ട് അതേപോലെ തന്നെ കോൺസിക്യൂട്ടീവ് ഇയേഴ്സിൽ ജസ്റ്റ് ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ട് റാഷണൽ എക്സ്പെക്ടേഷൻ. അത് ഡിഫിക്കൽട്ട് ടോപ്പിക് അല്ല, ഇറ്റ്സ് വെരി 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 സിമ്പിൾ ടോപ്പിക്. നമുക്ക് ഷുവർ ആയിട്ട് 2 മാർക്ക് കിട്ടും റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ. അടുത്തത് ഇൻഫ്ലേഷൻ ആൻഡ് ഫിലിപ്സ് കർവ്. ഈ 3 ടോപ്പിക് ഷുവർ ആയിട്ടും NTA എക്സാമിൽ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പം ഇതൊരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. ISLM ഫ്രെയിംവർക്ക് പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നാം. പക്ഷെ നമ്മൾ അതിന്റെ IS കർവിന്റെയും LM കർവിന്റെയും സ്ലോപ്പിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ്, ഡിമാൻഡ് ഫോർ മണി, ഇൻട്രസ്റ്റ് ഇലാസിറ്റി ഓഫ് മണി എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 പോയിന്റ്സ് ഉണ്ട്. എന്താണ് ISന്റെ സ്ലോപ്പിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, LM കർവിന്റെ സ്ലോപ്പിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതിന്റെ ഷിഫ്റ്റ്, ഈ കാര്യങ്ങൾ പഠിക്കുക. ISന്റെയും LMന്റെയും സ്ലോപ്പും ഷിഫ്റ്റും ഇതേ അവർ ക്വസ്റ്റൻസ് ചോദിക്കുള്ളൂ റിപ്പീറ്റഡ്ലി. ഓക്കെ, പിന്നെ ISന്റെയും LMന്റെയും ഷേപ്പ് എന്താണ്, ഡൗൺവേർഡ് ആണോ അപ്വേർഡ് ആണോ എന്നൊക്കെ നമുക്ക് അറിയാം. അപ്പം ഷിഫ്റ്റും സ്ലോപ്പും പഠിക്കുക. ഷുവർ ആയിട്ടും അതായിരിക്കും ISLM എന്ന് ക്വസ്റ്റൻ ചോദിച്ചാൽ ചോദിക്കുക. ഓക്കെ, ഇനി ബാക്കി ഇപ്പുറത്തെ സൈഡിൽ കാണുന്നതൊക്കെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. പക്ഷെ അതിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റൻ കണ്ടുവരുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ്, ക്ലാസിക്കൽ ആൻഡ് കെയ്നീഷ്യൻ അപ്രോച്ച്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചോദിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതിലിപ്പോ നമുക്ക് ക്ലാസിക്കൽ ഇക്കണോമിക്സ് എന്താണ് പറയുന്നത്, കെയ്നീഷ്യൻ അപ്രോച്ച് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് സ്കൂൾ ഓഫ് തോട്ട് അറിയുമെങ്കിൽ ഇത് നമുക്ക് ഷുവറായിട്ടും ആൻസർ ചെയ്യാം. ഇനി കൺസംഷൻ ഫംഗ്ഷൻ ആണ്. പണ്ടായിരുന്നു, അതൊരു 2021 വരെ ആയിരുന്നു നമ്മളടുത്ത് എന്താണ് റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ് ആര് കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഹൈപ്പോത്തിസിസ് ഒക്കെ തന്നിട്ട് അതിന്റെ വർഷം മാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ കൺസംഷൻ ഹൈപ്പോത്തിസിസും തന്നിട്ട് അത് ആര് കൊണ്ടുവന്നു എന്നൊക്കെ നമുക്കിങ്ങനെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് തരുന്നത് പണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ വലിയ രീതിക്ക് അത് ചോദിക്കാറില്ല. പക്ഷെ നമുക്കിങ്ങനെ നമ്മുടെ റാറ്റ്ചെറ്റ് എഫക്റ്റ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട്. പക്ഷെ ഇതൊക്കെ മാക്രോയിലെ ഏറ്റവും ബേസിക് ടോപ്പിക് ആണ്. ഓക്കെ, പക്ഷെ നിങ്ങൾ സ്ട്രെസ് ചെയ്യേണ്ടത് ഈ ISLM, ഇൻഫ്ലേഷൻ, ഫിലിപ്സ് കർവ്, പിന്നെ ഈ റാഷണൽ എക്സ്പെക്ടേഷൻ ഒക്കെയാണ്. ഫിസ്ക്കൽ പോളിസിയിൽ നിന്നും ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട്, ഫിസ്ക്കൽ പോളിസി, മോണിറ്ററി പോളിസി. അപ്പം ഈ ഫിസ്ക്കൽ പോളിസി, മോണിറ്ററി പോളിസി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇത് ISLM അപ്രോച്ചുമായിട്ട് നമുക്ക് ഇങ്ങനെ ക്ലബ് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റും. അതായത് റിലേറ്റീവ് എഫക്റ്റീവ്നെസ് ഓഫ് നമ്മള് മോണിറ്ററി ആൻഡ് ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം പഠിക്കാറുണ്ട്. ഓക്കെ, ക്ലാസിക്കൽ റേഞ്ചിൽ എങ്ങനെയാണ്, കെയ്നീഷ്യൻ റേഞ്ചിൽ എങ്ങനെയാണ്, ഇഫക്റ്റീവ് ആണോ ഇൻഎഫക്റ്റീവ് ആണോ, ആ കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. പിന്നെ സപ്ലൈ ഓഫ് മണിയിൽ ഒരു ടോപ്പിക്കാണ് റിപ്പീറ്റഡ്ലി ചോദിച്ച് കാണാറുള്ളത്, നമ്മുടെ M1, M2, M3 ആ ക്ലാസിഫിക്കേഷൻ ആണ്. അത് നമുക്ക് മണി ആൻഡ് ബാങ്കിങ്ങിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു പോർഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഷുവറായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ റീസെന്റ് നടന്നിട്ടുള്ള എക്സാമിലും അത് ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു മണി സപ്ലൈയുടെ ക്ലാസിഫിക്കേഷൻ ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഡിമാൻഡ് ഫോർ മണി ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു എക്സാമിൽ ചോദിക്കാറുണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ നമുക്കിങ്ങനെ ഷുവറായിട്ടും വരുന്ന ഒരു ഏരിയ അല്ല ഡിമാൻഡ് ഫോർ മണിയുടെ ഏരിയ. പക്ഷെ നമുക്കൊരു ഏരിയ ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 4 ഏരിയാസ് ആണ് മാക്രോയില് ഷുവറായിട്ടും വരുന്നത്. അപ്പൊ മാക്രോ ഇക്കണോമിക്സ് നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് സ്കൂൾ ഓഫ് തോട്ട് മുതൽ തുടങ്ങണം. ഓക്കെ, സ്കൂൾ ഓഫ് തോട്ട് മുതൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സ്കൂൾ ഓഫ് തോട്ടിന്റെ ക്രോണോളജി എനിക്ക് തോന്നുന്നു ഒരു 5 വർഷം സെയിം കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള എക്സാമുകൾ 5 വർഷം തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരും. സോ മാക്രോയിൽ ഈ പോർഷൻസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഈ പോർഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ
ഒരു 11 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 7 ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇക്കണോമെട്രിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ജൂൺ 2025 വരെ കുറവും എക്കണോമെട്രിക്സ് എന്നുള്ള നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലുമായിരുന്നു. പക്ഷെ ഇപ്പം നടന്നിട്ടുള്ള എക്സാമുകളുടെ ഒക്കെ പാറ്റേൺ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് എക്കണോമെട്രിക്സിൽ നിന്ന് നമുക്കൊരു 4 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുള്ളൂ. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. എക്കണോമെട്രിക്സിൽ നമുക്ക് 6, 7, 8 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ള ടേമുകൾ ഉണ്ട്. അതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇപ്പം സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. മേ ബി എനിക്ക് തോന്നുന്നു നമുക്കിപ്പോ 4 ഇയർ ഡിഗ്രി FIUGP കോഴ്സ് ഉണ്ട്. FIUGP കോഴ്സിൽ എക്കണോമെട്രിക്സിനും സ്റ്റാറ്റിസ്റ്റിക്സിനും ഒക്കെ വളരെ സ്ട്രെസ് കൊടുത്തുള്ള സിലബസ് ആണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും സ്റ്റാറ്റിയുടെ ഒരു അതിപ്രസരം കാണുന്നത്. അപ്പം സ്റ്റാറ്റി ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഒന്ന് പ്രോബിലിറ്റി കട്ട് ആൻഡ് ഷുവർ ആണ്, പ്രോബിലിറ്റിയിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കാം. ഓക്കെ, അത് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കാം. പിന്നെ ചോദിക്കുകയാണ്, ഇപ്പൊ നമുക്ക് ഈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നൊന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. പിന്നെ ഒന്ന് സാമ്പിളിംഗ് മെത്തേഡ്സ് എന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഓക്കെ, പിന്നെയുള്ളത് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. ഈ പോർഷൻ ആണ് സ്റ്റാറ്റിക് ഷുവർ ആയിട്ട് നമ്മൾ പഠിച്ചു പോണ്ടത്. ഈ കോറിലേഷനും ഇൻഡെക്സ് നമ്പറും ഒക്കെ ഔട്ട് ആയിട്ടുള്ള ഏരിയാസ് ആണ് കേട്ടോ. അപ്പൊ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, സാമ്പിളിംഗ് മെത്തേഡ്, പ്രോബബിലിറ്റി, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. റീസെന്റ് നടന്നിട്ടുള്ള എക്സാമിൽ നമ്മളടുത്ത് എഫ് ടെസ്റ്റ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം FTZ തുടങ്ങിയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകുക. അടുത്തത് എക്കണോമെട്രിക്സിലേക്ക് വരികയാണെങ്കിൽ സ്റ്റാറ്റിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് എക്കണോമെട്രിക്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് 5 ക്വസ്റ്റ്യൻ വന്നെങ്കിൽ 5-ൽ 5 വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി എക്കണോമെട്രിക്സിൽ ഒരു റെഫറൻസ് ടെക്സ്റ്റ് കൂടി നമുക്കറിയുന്ന പോലെ ദാമോദർ ഗുജറാത്തിയുടെ ഒരു ബുക്ക് ഉണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ NTA ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇതുവരെ ഈ റീസെന്റ് നടന്നിട്ടുള്ള എക്സാം വരെ ദാമോദർ ഗുജറാത്തിയുടെ ബുക്കിൽ എന്തുണ്ടോ, എന്ത് സെന്റൻസ് ഉണ്ടോ അത് അതേപോലെ കോപ്പി ചെയ്തിട്ടാണ് NTA ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഒരു ഐഡന്റിഫിക്കേഷൻ പ്രോബ്ലം നമ്മളടുത്ത് ചോദിക്കാം. ഓക്കെ, സൈമിൾട്ടേനിയസ് ഇക്വേഷൻ റിലേറ്റഡ് ആയിട്ട് അണ്ടർ ഐഡന്റിഫൈഡ് ആണോ അല്ലെങ്കിൽ ഓവർ ഐഡന്റിഫൈഡ് ആണോ എന്നൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ പ്രോബ്ലം നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ നമ്മുടെ പ്രോബ്ലം റിലേറ്റഡ് ആയത് മൾട്ടി കോളിനേറ്റീവ്, ഓട്ടോ കോറിലേഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാനുള്ളതാണ്. അതിലിപ്പം മേ ബി ചോദിക്കാൻ സാധ്യത ഉള്ളത് നമ്മുടെ ഡർബിൻ വാട്സൺ സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടുവന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതിന്റെ ഡിറ്റക്ഷൻ, കോൺസിക്വൻസ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതിന്റെ ഡിറ്റക്ഷനും കോൺസിക്വൻസ് ഒരുപാട് ടെസ്റ്റുകൾ നമുക്ക് അതിൽ വരുന്നുണ്ട്. ഹെട്രോസ്ക്ലാസിറ്റി എടുത്തോട്ടെ, മൾട്ടികോളിനേറ്റ് ആയാലും ഓട്ടോ കോറിലേഷൻ ആയാലും അതിന്റെ ഡിറ്റക്ഷൻ, കോൺസിക്വൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. അത് അതേപോലെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടെസ്റ്റ് അതേപോലെ നമ്മളടുത്ത് ചോദിക്കും മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ ടെസ്റ്റ് ചോദിക്കും, ഇപ്പുറത്ത് ഹെട്രോസ്ക്ലാസിറ്റി ആണോ മൾട്ടികോളിനേറ്റ് ആണോ എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും, മാച്ച് ചെയ്യാനുണ്ടായിരിക്കും. അത് ആരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അത് നമ്മളെ ബാക്കോട്ട് വരയ്ക്കും. ഓക്കെ, ഐഡന്റിഫിക്കേഷൻ പ്രോബ്ലം, പിന്നെ നമ്മുടെ ലീനിയർ റിഗ്രഷൻ മോഡൽ, ഞാൻ ഈ പറഞ്ഞ പോലുള്ള ടോപ്പിക്കുകൾ പഠിക്കാം. ഇനി റിക്കർസീവ് ആൻഡ് നോൺ റിക്കർസീവ് മോഡൽ ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2020-21 വരെ ഈ ക്വസ്റ്റ്യൻസ് കണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കണ്ടിട്ടില്ല. പക്ഷെ റീസെന്റ് വന്നിട്ടുള്ള ഒരു എക്സാമില്, ഇപ്പൊ തൊട്ട് മുൻപത്തെ അല്ല, അതിനൊക്കെ തൊട്ട് മുമ്പുള്ള എക്സാമില് റിക്കർസീവ് ആൻഡ് നോൺ റിക്കർസീവ് മോഡൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. അതിലെ ഏത് മെത്തേഡ് ആണ് യൂസ് ചെയ്യാറ്, ഇപ്പം സൈമൾട്ടേനിയസ് ഇക്വേഷനിലും IELs ആണോ, ഏത് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ ഡിസ്ക്രീറ്റ് ചോയ്സ് മോഡലും ടൈം സീരീസ് അനാലിസിസ്. അപ്പം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ പ്രോബ്ലവും നമ്മുടെ ലീനിയർ റിഗ്രഷനും ബ്ലൂ പ്രോപ്പർട്ടി ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സൈമൾട്ടേനിയസ് ഇക്വേഷൻ മോഡൽ നിങ്ങൾ സ്കിപ്പ് ചെയ്താലും വേണ്ടില്ല, ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഭാഗമാണ് ടൈം സീരീസ് അനാലിസിസ്, യൂണിറ്റ് റൂട്ട്, സ്റ്റേഷനാരിറ്റി തുടങ്ങിയിട്ടുള്ള കോൺസെപ്റ്റും. എന്തായാലും നമ്മളെടുത്ത് ചോദിക്കും. ഡിക്കി ഫുള്ളർ ടെസ്റ്റോ, ഡിക്കി ഫുള്ളർ ടെസ്റ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. യൂണിറ്റ് റൂട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ യൂണിറ്റ് റൂട്ടിന്റെ കണ്ടീഷൻസ് ഉണ്ട്, വൈറ്റ് നോയിസ് സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോൺസെപ്റ്റ് ഉണ്ട്. അത് നിർബന്ധമായിട്ടും ചോദിക്കും. ഈ എക്സാമിൽ ചോദിച്ചിട്ടില്ല, അതിന് മുമ്പിലുള്ള എല്ലാ എക്സാമിലും ടൈം സീരീസിൽ സ്റ്റേഷനാരിറ്റി, നോൺ സ്റ്റേഷനറി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ 3 ടോപ്പിക്കുകൾ നിങ്ങൾ എന്തായാലും പഠിക്കുക. ഈ ഡിസ്ക്രീറ്റ് ചോയ്സ് മോഡൽ നമുക്ക് ലോജിറ്റ്, പ്രൊബിറ്റ്, ടോബിറ്റ്, അങ്ങനെ ക്വാളിറ്റേറ്റീവ് റെസ്പോൺസ് മോഡൽ, അങ്ങനെയുള്ള ടോപ്പിക്കുകളാണ് ഡിസ്ക്രീറ്റ് ചോയ്സ് മോഡലിൽ വരുന്നത്. ലോജിറ്റ്, പ്രൊബിറ്റ്, ടോബിറ്റ് മോഡലൊക്കെ ഈ എക്സാമിൽ ചോദിച്ചിട്ടില്ല. പക്ഷെ അതിന് തൊട്ട് മുൻപുള്ള എക്സാമുകളിലൊക്കെ കണ്ടുവരുന്നുണ്ട്. അതും വളരെ സിമ്പിൾ ആണ്. അതിന്റെ ഒന്നും ഇൻഡെപ്ത് ക്വസ്റ്റ്യൻസ് അല്ല ചോദിക്കുന്നത്. ആർക്കും, അതായത് PGക്ക് എക്കണോമെട്രിക്സ് പഠിച്ചിട്ടുള്ള ഒരു കുട്ടിക്ക് നിർബന്ധമായിട്ടും ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം എക്കണോമെട്രിക്സ് ഒരു കാരണവശാലും നിങ്ങൾ ടഫ് ആണ് എന്ന് വിചാരിച്ച് പോകരുത്. കാരണം ടഫ് ആണ് എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആസ്പിരൻസ് നമ്മളെ കൂടെ ഉണ്ടാകാം. അപ്പം
നമുക്ക് മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ പഠിച്ചോ, അതിനിപ്പോ 10 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ 10ൽ 10 നമുക്ക് കിട്ടും. കാരണം ഇവർക്ക് ദാമോദർ ഗുജറാത്തിയുടെ അപ്പുറത്തുനിന്ന് ഒരു സാധനം ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇനി കൂടി പോയിട്ടുണ്ടെങ്കിലും ശങ്കർ കുമാർ ഭൗമിക് എന്നിട്ടൊരു ബുക്ക് ഉണ്ട്, അദ്ദേഹത്തിന്റെ ബുക്ക് നിന്നായിരിക്കും കൂടിപ്പോയാൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതും ദാമോദർ ഗുജറാത്തിയുടെ ബുക്കും തമ്മിൽ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊന്നും ഇല്ല. ഞാൻ നമുക്കൊരു എക്സാമ്പിളും ലാസ്റ്റ് കാണിച്ചു തരൂ കേട്ടോ. ഇനി മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് ആണ്. ഇത് ശരിക്കും ഒരു അൺപ്രഡിക്റ്റബിൾ ഏരിയ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, മേ ബി ചില ടേമുകളിൽ 4 ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ചില ടേമുകളിൽ 10 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ള ഏരിയ ആണ് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്. എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഡിഫറൻഷ്യൽ കാൽക്കുലസ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, അതിൽ നിന്ന് എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നമ്മൾ ഡിഫറൻസിയേഷൻ ഒക്കെ റിലേറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതായത് നമുക്കിപ്പം മാക്സിമ മിനിമ റിലേറ്റഡ് ആയിട്ട് മാക്സിമം ഔട്ട്പുട്ട് കാണുക എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ, അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് കാണുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ടല്ലോ, അത് ഈ ഒരു സാധനത്തിൽ വരും. ഓക്കെ, ഇനി മെട്രിസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെട്രിസസിൽ നിന്ന് എപ്പോഴും ഈ കഴിഞ്ഞ എക്സാമിലും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതെന്തായാലും പഠിക്കാം കേട്ടോ, വളരെ സിമ്പിൾ ആണ്, ആർക്കും സ്കോർ ചെയ്യാം. മെട്രിക്സ് നമുക്കറിയാലോ, ഇപ്പൊ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ കൊമേഴ്സ് സ്റ്റുഡൻസിനെ അപേക്ഷിച്ച് മെട്രിക്സ് ആണ് നമുക്ക് എപ്പോഴും ഒരു സമാധാനം തരുന്ന ഒരു ഏരിയ. അപ്പൊ മെട്രിക്സ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. റീസെന്റ് നടന്നിട്ടുള്ള എക്സാമിലും മെട്രിസസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും പാടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു സ്റ്റാറ്റിക് ഓപ്റ്റിമൈസേഷൻ പ്രോബ്ലം. ഓക്കെ, എല്ലാവർക്കും പാടാണ് അല്ലെ. നമ്മൾ പണ്ട് ലഗ്രാഞ്ചൻ മൾട്ടിപ്ലയർ അത്തരത്തിലുള്ള കോൺസെപ്റ്റ് ഒക്കെ, കൺസ്ട്രെയിന്റ് ഒപ്റ്റിമൈസേഷൻ, അൺകൺസ്ട്രെയിന്റ് ഒപ്റ്റിമൈസേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗം പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ഇറ്റ്. ഓക്കെ, ഇത് ചെയ്യാൻ എക്സാമിന് അത്യാവശ്യം സമയമെടുക്കുന്ന ഭാഗമാണ്. ഓക്കെ, സമയമെടുക്കും. അപ്പൊ നിങ്ങൾക്ക് ഒട്ടും ഇത് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ഇത് ചെയ്തു തീർക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇനി ലീനിയർ പ്രോഗ്രാമിംഗ് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ലീനിയർ പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ട് തിയറി ക്വസ്റ്റൻ ആയിരിക്കും ചോദിക്കുക കേട്ടോ. ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആരാണ്, അല്ലെങ്കിൽ അതൊക്കെ റിലേറ്റഡ് ആയിട്ട് കുറച്ച് വേരിയബിൾസ് ഒക്കെ ഉണ്ട്, സ്ലാക്ക് വേരിയബിൾസ് ഒക്കെ പറഞ്ഞിട്ട് കുറച്ച് വേരിയബിൾസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഈ കഴിഞ്ഞ എക്സാമിലും അത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാത്തമാറ്റിക്കൽ എക്കണോമിക്സിൽ ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ നമ്മൾ ഡിഫറൻസിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ നമ്മുടെ മെട്രിക്സ് പഠിക്കുക, ലീനിയർ പ്രോഗ്രാമിംഗ് പഠിക്കുക. ഈ ഡിഫറൻസ് ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് പുതിയതായിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പം അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതും സിമ്പിൾ ആണ് കേട്ടോ. മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എല്ലാവരും ടഫ് ആണെന്ന് പറയും, പക്ഷെ ഈ പറഞ്ഞ പോലെ മെട്രിക്സും ഡിഫറൻസിയേഷൻ ഒക്കെ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 4 അല്ലെങ്കിൽ ഒരു 6 ക്വസ്റ്റൻ ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 ക്വസ്റ്റനെങ്കിലും നമുക്ക് മിനിമം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക കേട്ടോ. പാട് എന്ന് വിചാരിച്ചിട്ട് ആരും ഇരിക്കരുത്. ആൻഡ് എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മളെ റിസൾട്ടിനെ മാറ്റിമറിക്കാൻ വേണ്ടി നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ഇന്റർനാഷണൽ ഇക്കണോമിക്സ്. ഓക്കെ, ആർക്കും പഠിച്ചെടുക്കാം, അതിന് വലിയ ലോജിക്കും കാര്യങ്ങളും തലകുത്തി മറിയൊന്നും വേണ്ട. ഇറ്റ്സ് സിമ്പിൾ. ബട്ട് എന്റെ നമ്മളത് ചോദിച്ചിട്ടുള്ള ഏറ്റവും വലിയ ചതി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ എക്സാമിൽ ഇന്റർനാഷണൽ എക്കണോമിക്സിൽ നിന്ന് വെറും 4 ക്വസ്റ്റൻസ് മാത്രമേ ചോദിച്ചുള്ളൂ. 4 ക്വസ്റ്റൻസ്. അതിന് മുമ്പിലുള്ള എക്സാമുകളിൽ 10ഉം 13ഉം 14 ക്വസ്റ്റൻസ് ഇന്റർനാഷണൽ ഇക്കണോമിക്സിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ വരുന്ന എക്സാമിൽ ഇന്റർനാഷണൽ ഇക്കണോമിക്സിൽ നിന്ന് നല്ലപോലെ ക്വസ്റ്റൻസ് ഉണ്ടാകാനുള്ള സാധ്യത അവിടെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോബബിലിറ്റി അവിടെ ഉണ്ട്. ഇത്തവണ നമ്മളെടുത്ത് ഒരു തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസും ഒരുപാട് തിയറി നമുക്ക് പഠിക്കാനുണ്ടല്ലേ. അതിന് തൊട്ട് മുമ്പുള്ള എക്സാമിൽ ഇന്റർനാഷണൽ ട്രേഡ് അണ്ടർ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് 3ഉം 4ഉം ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ കഴിഞ്ഞ എക്സാം അല്ല, തൊട്ട് മുൻപുള്ള എക്സാം. പക്ഷെ ഈ എക്സാമിൽ നമ്മളടുത്ത് അത് ചോദിച്ചിട്ടേ ഇല്ല. ഇല്ലെങ്കിൽ നമ്മളടുത്ത് എല്ലാ വട്ടവും ചോദിക്കുന്ന കുറച്ച് ട്രേഡ് തിയറീസ് ഉണ്ട് അല്ലെ. ഇപ്പം മാർഷൽ ലേണിംഗ് കണ്ടീഷൻസ് ഒക്കെ പണ്ടായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്, സ്റ്റോൾപ്പർ സാമ്പിൾസൺ തിയറം അല്ലെങ്കിൽ ക്രിപ്സ്റ്റിൻസ്കി തിയറം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇതെല്ലാം തന്നിട്ട് ഇതിന് ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാനെങ്കിലും അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് അതെങ്കിലും ചോദിക്കാറുണ്ട്. പക്ഷെ ഇത്തവണ അങ്ങനെ ഒരു ക്രൊണോളജി ക്വസ്റ്റൻ ട്രേഡിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടേ ഇല്ല. ട്രേഡ് എന്ന് പൊതുവെ ചോദിക്കാറുള്ളത് ഏറ്റവും കൂടുതൽ ക്രൊണോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഒരു ക്രൊണോളജി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ ഒരു ഗാട്ടിന്റെയും WTന്റെയും റൗണ്ടുകൾ ഉണ്ട്, എല്ലാ എക്സാമിനും ചോദിക്കും. ഗാട്ടിന്റെയും WTന്റെയും റൗണ്ടുകൾ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എല്ലാ വട്ടവും ചോദിക്കാറുണ്ട്. പിന്നെ നമ്മളടുത്ത് ഈ IMF ഗാട്ട് റിലേറ്റഡ് ഒക്കെ ആയിട്ട് വേൾഡ് ബാങ്കിന്റെ ഒക്കെ ഒരു 5 ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് തിരിക്കാൻ വേണ്ടി പറ്റും. ഏതൊക്കെയോ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് കൂടിയതാണ് വേൾഡ് ബാങ്ക് എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അതിന്റെ ഒക്കെ ഇയർ, അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് നമ്മൾ ചോദിക്കാറുണ്ട്. സോ ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ ഈ ഗാട്ട് WTO IMF വേൾഡ് ബാങ്ക് ഒരു കാരണവശാലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്, ഒരു കാരണവശാലും. നിങ്ങൾക്ക് ഇനി ലോജിക്കലി കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ അത് ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഒരിക്കലും ബൈഹാർട്ട് ചെയ്യാൻ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല. ആരുടെ സ്ക്രീനിൽ വരയ്ക്കുന്നത്,
ബൈ ഹാർട്ട് ചെയ്യാൻ ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല, പക്ഷേ ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ഇതിൽ നിന്ന് ചോദിക്കുന്നത് മുണ്ടൽ ഫ്ലെമിംഗ് മോഡൽ റിലേറ്റഡ് ആയിട്ട് ഒരു ദിവസം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മുണ്ടൽ ഫ്ലെമിംഗ് മോഡൽ. അപ്പൊ മുണ്ടൽ ഫ്ലെമിംഗ് മോഡൽ നമുക്ക് അറിയണമെങ്കിൽ എന്തറിയണം? എക്സ്ചേഞ്ച് റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് നമുക്ക് അറിയണം. ഓക്കെ, എന്താണ് അപ്രിസിയേഷൻ, എന്താണ് ഡിപ്രിസിയേഷൻ, എന്താണ് റിവാലുവേഷൻ, എന്താണ് ഡിവാലുവേഷൻ, ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്, ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്, ആ സാധനങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മുണ്ടൽ ഫ്ലെമിംഗ് മോഡലിന് ഒരു ക്വസ്റ്റൻ ചോദിക്കാം. ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഡയറക്ട്ലി മുണ്ടൽ ഫ്ലെമിംഗ് മോഡൽ എന്ന് ഇങ്ങനെ എടുത്ത് നമ്മുടെ അടുത്ത് ചോദിക്കില്ല. പക്ഷെ ഈ കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ട് ഇന്ന സമയത്ത് മോണിറ്ററി പോളിസി ഇഫക്റ്റീവ് ആണോ, ഇന്ന സമയത്ത് ഫിസിക്കൽ പോളിസി ഇഫക്റ്റീവ് ആണോ, പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി ഉള്ള സമയത്ത് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് ആയിരുന്ന സമയത്ത് ഏത് പോളിസിയാണ് എഫക്റ്റീവ് എന്നൊക്കെ നമ്മളടുത്ത് ചോദിക്കാം. മുണ്ടൽ ഫ്ലെമിംഗ് ട്രിലിമ 2024 ജൂൺ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഷുവറായിട്ട് വരുന്ന ഒരു ഏരിയ ആണ് മുണ്ടൽ ഫ്ലെമിംഗ് മോഡൽ കേട്ടോ. പിന്നെ നമുക്കുള്ളത് ഈ ട്രേഡ് തിയറീസ് അണ്ടർ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ക്രൂപ്പ്മാന്റെ ഒക്കെ മോഡല്, ഇൻട്രാ ഇൻഡസ്ട്രി മോഡല്, ഒരുപാട് ക്വസ്റ്റ്യൻസ്, അൺലിമിറ്റഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ ആ ഒരു ഒറ്റ കോൺസെപ്റ്റ് പഠിച്ചാൽ മതി. ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ് എന്താണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, അത് ക്രൂപ്പ്മാൻ ആണ് കൊണ്ടുവന്നത്, അതിന്റെ ഇയറും കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഷുവർ ഉറപ്പായിട്ട് നമുക്ക് 2 മാർക്ക് കിട്ടിയിരിക്കും. പിന്നെ തിയറീസ് അത്യാവശ്യം നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ പി ജിക്ക് പഠിക്കുന്ന പോലെ ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജും കമ്പാരറ്റീവ് അഡ്വാൻറ്റേജും ഒന്നും അല്ല ചോദിക്കാറുള്ളത്. നമ്മൾ പി ജിക്ക് പഠിക്കുന്ന കോൺസെപ്റ്റുകൾ തന്നെ, പക്ഷെ കുറച്ചും കൂടെ സ്റ്റോൾപ്പർ സാമ്പിൾസൺ തിയറം, റിപ്സ്കിൻസ്കി തിയറം, ഫാക്ടർ എൻഡോമെന്റ് അല്ല, നമ്മൾ ഫാക്ടർ പ്രൊപ്പോർഷൻ തിയറം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തിയറീസ് നമുക്കുണ്ടല്ലോ. ഓക്കെ, അപ്പം അത് പഠിക്കുക. കൃത്യമായിട്ട് ട്രേഡ് തിയറീസ് പഠിക്കുമ്പോൾ അതിന് ക്രൊണോളജി എഴുതി വെക്കണം. ക്രൊണോളജി എഴുതി വെച്ചത് റിപ്പീറ്റഡ്ലി നിങ്ങൾ അത് തന്നെ പഠിക്കണം. ട്രേഡ് തിയറീസ് ഏതൊക്കെ ഓർഡറിൽ വന്നു എന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഒരുപാട് ട്രേഡ് തിയറീസ് ഉണ്ട് കേട്ടോ, ഒരുപാട് എണ്ണുണ്ട്. ക്രൊണോളജി പഠിക്കുക. എല്ലാ എക്സാമിനും ട്രേഡ് തിയറിന്റെ ക്രൊണോളജി ചോദിക്കാറുണ്ട്. നമ്മള് പെൻ ആൻഡ് പേപ്പർ എക്സാം ഉണ്ടായിരുന്നു, ആ എക്സാമിന് ട്രേഡ് തിയറിന്റെ ക്രൊണോളജി ചോദിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള എക്സാം ഉണ്ടായിരുന്നു, അതിൽ ചോദിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള എക്സാം ഉണ്ടായിരുന്നു, അതിൽ ചോദിച്ചു. അപ്പം ട്രേഡ് തിയറി ക്രൊണോളജി മസ്റ്റ് ആയിട്ടും പഠിച്ചു പോകുക. അതുപോലെ ട്രേഡ് അണ്ടർ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇനി BOP റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ഒക്കെ റിലേറ്റഡ് ആയിട്ട് ഈ ടേമിലൊന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല, അതിന് മുൻപത്തെ ടേമിലും ചോദിച്ചിട്ടില്ല. പക്ഷെ ഒരു 2023 ഒക്കെ വരെ ഈ BOP നിന്നൊക്കെ നല്ല നല്ല ക്വസ്റ്റ്യൻസ് വരാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ വലിയ രീതിയിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. അപ്പൊ നിങ്ങൾ എത്രയോ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയാസ് നിങ്ങൾക്ക് ഉണ്ടായിക്കോട്ടെ, പക്ഷെ ട്രേഡ്, ഇന്റർനാഷണൽ ഇക്കണോമിക്സ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പഠിച്ചപ്പോൾ ഞാൻ നേരത്തെ എക്കണോമെട്രിക്സ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ മൈക്രോ ടഫ് ആയിരിക്കാം, അല്ലെങ്കിൽ മാക്രോ ടഫ് ആയിരിക്കാം. പക്ഷെ ഈ എക്കണോമെട്രിക്സിന്റെയും ഈ ഒരു എന്താ പറയാ ഇന്റർനാഷണൽ ഇക്കണോമിക്സിന്റെയും ഒക്കെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചോ 10ൽ 10 നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാകില്ല. ഓക്കെ, അതിൽ മാത്തമാറ്റിക്കലി ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഒന്നും ഇതിൽ നിന്ന് വരില്ല. കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ടാരിഫ് റിലേറ്റഡ് ആയിട്ട് നമ്മളടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒപ്റ്റിമം ടാരിഫ് ഒക്കെ റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് പ്രൊട്ടക്ഷൻ റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അല്ലെ. എഫക്റ്റീവ് റേറ്റ് ഓഫ് പ്രൊട്ടക്ഷൻ, അതിന്റെ ഇക്വേഷൻ ചോദിക്കും ഒന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. ജൂൺ 2024 ക്യാൻസൽഡ് എക്സാമിൽ ചോദിച്ചു, ക്യാൻസൽ ചെയ്യുന്നതിന് തൊട്ട് മുൻപത്തെ എക്സാമിൽ ചോദിച്ചു, അത് കഴിഞ്ഞിട്ടുള്ള എക്സാമിലും ചോദിച്ചു. അപ്പൊ എഫക്റ്റീവ് റേറ്റ് ഓഫ് പ്രൊട്ടക്ഷന്റെ ഇക്വേഷൻ അത് ചെയ്യാനുള്ളതൊക്കെ പഠിച്ചിട്ട് പോവുക. ഷുവർ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. പബ്ലിക് എക്കണോമിക്സ് ഈ പറഞ്ഞ പോലെ ഇറ്റ്സ് വെരി സിമ്പിൾ, ആർക്കും പഠിക്കാം, എങ്ങനെയും പഠിക്കാം. ഇത്തവണ പബ്ലിക് എക്കണോമിക്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഏകദേശം 11 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അതിൽ നമുക്ക് ഒന്ന് പബ്ലിക് ഗുഡ് ഷുവർ ആണ്, അസിമെട്രിക് ഇൻഫർമേഷൻ ഷുവർ ആണ്. പിന്നെ നമ്മൾ ടാക്സ് റിഫോം കമ്മിറ്റീസ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. ടാക്സ് റിഫോം കമ്മിറ്റീസ് എന്തായാലും പഠിച്ചിട്ട് പോവാം. ഇത്തവണ ടാക്സ് റിഫോം കമ്മിറ്റി റിലേറ്റഡ് ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്, 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പം ടാക്സ് റിഫോം കമ്മിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പഠിക്കുക. പിന്നെ ഈ ടാക്സ് ബോയൻസി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റുകളുണ്ട്, അതും ഇത്തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഈ ഫിസിക്കൽ പോളിസി, എക്സ്പാൻഷനറി ഫിസിക്കൽ പോളിസി, കോൺട്രാക്ഷണറി ഫിസിക്കൽ പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പം പബ്ലിക് ഫിനാൻസിൽ നമുക്ക് അങ്ങനെ ഒരു ടോപ്പിക്കും സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പെട്ടെന്ന് നമുക്കൊരു 2 ദിവസം മെനക്കെട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഈ ടോപ്പിക് മുഴുവൻ സുഖമായിട്ട് പഠിച്ചു പോവും. ഇനി മണി ആൻഡ് ബാങ്കിങ്, മണി ആൻഡ് ബാങ്കിങ്ങിൽ നിന്ന് ഒറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ടേം ഉണ്ട്, ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ടേം ഉണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ജൂൺ 2025 ഒറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ടേം ഉണ്ട്. അതിന് തൊട്ട് മുൻപത്തെ എക്സാം, അതായത് ഡിസംബർ 2024 6-7 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം മണി ആൻഡ് ബാങ്കിങ്ങും ഞാൻ നേരത്തെ മാത്തമാറ്റിക്കൽ എക്കണോമിക്സിന്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ള ഏരിയ ആണ്, നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം ഈ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് പഠിക്കണമെങ്കിൽ കോമ്പോണൻസ് ഓഫ് മണി സപ്ലൈ, M1 M2 റിലേറ്റഡ് കാര്യങ്ങൾ പഠിക്കുക. പിന്നെ
ഇൻസ്ട്രുമെന്റ് ആൻഡ് വർക്കിംഗ് ഓഫ് മോണിറ്ററി പോളിസി നിങ്ങൾ പഠിക്കുക. ഇനി നിങ്ങൾ ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും നിർബന്ധമായിട്ടും RBIയുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറുക. ഇനി നമുക്ക് സെഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് ഉള്ളപ്പോൾ ഞാൻ നിങ്ങളുടെ ഫാക്കൽറ്റീസിന്റെ അടുത്ത് പറയാം. RBIയുടെ സൈറ്റ് കയറിയിട്ട് NTA ക്വസ്റ്റ്യൻ എടുക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ഓക്കെ, ആ ഏരിയയിൽ കൃത്യമായിട്ട് അവർ ക്വസ്റ്റ്യൻ എടുക്കും. NTA എനിക്ക് തോന്നുന്നു RBIയുടെ സൈറ്റ് കയറിയിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ ഓരോ നോട്ടിഫിക്കേഷൻസും നോട്ടീസ് ഒക്കെ ഇങ്ങനെ പബ്ലിഷ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്ഡേറ്റഡ് ആയിട്ട്. ഓക്കെ, അല്ലെങ്കിൽ അവർ പണ്ട് വന്നിട്ടുള്ള എന്തെങ്കിലും പ്രൊവിഷനും ആക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് RBIയുടെ സൈറ്റ് കയറി ചെകഞ്ഞെടുക്കുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. RBIയുടെ സൈറ്റ് കയറി ഇങ്ങനെ അമ്മാനം ആടുന്നവരെ കൊണ്ട് അത് ഈസി ആയിട്ട് നടക്കും. RBIയുടെ സൈറ്റിൽ നിന്നാണ് ഇവര് മണി ആൻഡ് ബാങ്കിങ്ങിൽ നിന്നുള്ള ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് കേട്ടോ. അത് ഞാൻ ഗ്യാരണ്ടി ആണ്. നിങ്ങളുടെ ഫാക്കൽറ്റീസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരും പറഞ്ഞു തരും. RBIയുടെ സൈറ്റ് കയറുക, അതിൽ നിന്ന് കറണ്ട് ഉള്ള പോളിസി റേറ്റുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. കറണ്ട് CRR എത്രയാണ്, SLR എത്രയാണ്, ബാങ്ക് റേറ്റ് എത്രയാണ്, അത് പഠിച്ചു വെക്കുക, പോളിസി റേറ്റ്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലുള്ള ഓരോ ആക്ടുകൾ RBI എപ്പോഴാണ് അമെന്റ്മെന്റ് വന്നിട്ടുള്ളത്, അതിന് പ്രിയാമ്പിൾ വന്നിട്ടുള്ളത്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പം അത് പഠിച്ചു വെക്കുക. പിന്നെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതൊക്കെ ഷുവർ ആണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഷുവർ ആണ്. ഒന്ന് ഇൻസ്ട്രുമെന്റ് ആൻഡ് വർക്കിംഗ് ഓഫ് മോണിറ്ററി പോളിസി, അതിൽ മോണിറ്ററി പോളിസി കമ്മിറ്റി വരും കേട്ടോ. അതിപ്പം റീസെന്റ് നടന്നത് എനിക്ക് ഡേറ്റ് ഓർമ്മയില്ല. ഒരു വട്ടം എക്സാമിന്, അതായത് എക്സാമിന് തൊട്ട് മുൻപ്, നമ്മുടെ UGC നെറ്റ് എക്സാമിന് തൊട്ട് മുൻപ് ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റി റിവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അത് ഡേറ്റ് അടക്കം, അതായത് ഇപ്പൊ 57th ആണെങ്കിൽ 57th മോണിറ്ററി പോളിസി കമ്മിറ്റി പ്രകാരം എന്തൊക്കെയാണ് പുതിയ അപ്ഡേഷൻസ് എന്ന് നമ്മുടെ അടുത്ത് സെന്റൻസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പം ജസ്റ്റ് RBIയുടെ സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഫസ്റ്റ് തുറക്കുന്ന വിൻഡോയിൽ തന്നെ നമുക്ക് മോണിറ്ററി പോളിസി കമ്മിറ്റി ഇന്നത് എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് കയറിയിട്ട് ജസ്റ്റ് ഇങ്ങനെ വായിച്ചു നോക്കുക. അതിൽ ഏതൊക്കെ റിപ്പോ റേറ്റിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്, ഏതിലെങ്കിലും പോളിസി റേറ്റുകളിൽ മാറ്റമുണ്ടോ എന്നിങ്ങനെ നോക്കുക. അത് അതേപോലെ ഡേറ്റ് അടക്കം, അതായത് ഇന്ന കമ്മിറ്റി എന്ന് അവരടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നിർബന്ധമായിട്ടും പഠിക്കുക കേട്ടോ, മോണിറ്ററി പോളിസി കമ്മിറ്റി. പിന്നെ RBIയുടെ ഈ റേറ്റുകൾ പഠിക്കുക, കോമ്പോണൻസ് ഓഫ് മണി സപ്ലൈ പഠിക്കുക. പിന്നെ ഈ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിക്കുമ്പോൾ ഈ റീസെന്റ് നമ്മുടെ എക്സാമിൽ ചോദിച്ചിട്ടില്ല, പക്ഷെ അതിന് തൊട്ട് മുൻപുള്ള എക്സാമിൽ എല്ലാ എക്സാമിലും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. IDBI, IRBI ഇതൊക്കെ വന്നിട്ടുള്ള വർഷം മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഒരുപാട് വട്ടം ഇത് പഠിക്കാനൊക്കെ ഒരുപാട് ട്രിക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഈ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് എടുത്തു തരും. ആ ട്രിക്ക് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഉറക്കത്തും ഏത് വെളിച്ചത്തും നിങ്ങൾക്ക് ആ ഇയർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ കുറച്ച് ട്രിക്കുകളൊക്കെ ഉണ്ട്. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇവർക്ക് കൃത്യമായിട്ട് ഒരു 8 to 9 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതേ അവർ ചോദിക്കും. അത് തലങ്ങും വിലങ്ങും ഇങ്ങനെ റിപ്പീറ്റഡ്ലി ചോദിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, പാറ്റേൺ മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സിലബസ് അരച്ച് കളിക്ക് പഠിക്കുന്നതിനെക്കാട്ടിലും പാറ്റേൺ മനസ്സിലാക്കണം. ഡെവലപ്മെന്റ് എക്കണോമിക്സ് ഈ പറഞ്ഞ പോലെ നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്. പക്ഷെ ഹരോഡോമർ മോഡല്, സോളോ മോഡല്. പിന്നെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് PQLI, HDI റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്. അപ്പം ഈ PQLI, HDI ഒക്കെ റിലേറ്റഡ് ആയിട്ട് പണ്ടത്തെ പോലെ PQLI ഡെവലപ്പ് ചെയ്തത് ആരാണ്, അതിന്റെ കോമ്പോണൻസ് എന്താണ് എന്നല്ല ചോദിക്കാറുള്ളത്. ഇപ്പൊ കുറച്ചും കൂടെ അഡീഷണൽ ആയിട്ട് ഡെവലപ്ഡ് കൺട്രീസിനൊക്കെ നമുക്ക് ഈ ക്ലാസിഫൈ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ കിട്ടും. ഓക്കെ, HDI അല്ലാണ്ട് HPI എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. HDIക്ക് ഒക്കെ വേറെ വേറെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന്റെ ഒഫീഷ്യൽ സൈറ്റ് കയറിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് HDI എന്നുള്ളത്, ഡെവലപ്പിംഗ് കൺട്രീസിന് എന്ത്, ഡെവലപ്ഡ് കൺട്രീസിന് എന്തെന്നൊക്കെ കിട്ടും. അത് അതേപോലെ ചോദിക്കും. ഈ കഴിഞ്ഞിട്ടുള്ള എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഡിസംബോർഡിഡ് ആൻഡ് എംബോർഡ് ടെക്നിക്കൽ പ്രോഗ്രസ് ഒക്കെ NTA ഒഴിവാക്കിയിട്ടുള്ള ഏരിയ ആയിരുന്നു. ഈ കഴിഞ്ഞ എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇത് എപ്പോഴും ചോദിക്കുന്ന ഏരിയ അല്ല. അപ്പൊ നമുക്ക് അതിങ്ങനെ സ്ട്രെസ് ചെയ്ത് പഠിക്കരുത്. പക്ഷെ എപ്പോഴും ചോദിക്കുന്നതാണ് ഹരോഡോമർ മോഡല്, സോളോ മോഡല്, PQLI, HDI റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ മാത്സിന്റെ തിയറി, റിക്കാർഡോന്റെ തിയറി, പിന്നെ ബിഗ് പുഷ് തിയറി. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തായാലും കൃത്യമായിട്ടും അറിഞ്ഞിരിക്കുക കേട്ടോ. വളരെ സിമ്പിൾ ആണ്. നമ്മൾ PG പഠിച്ചതാണ്. ആ കോൺസെപ്റ്റ് എന്താണ് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഉണ്ടായാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ കിട്ടിക്കോളും. പിന്നെ എൻവയോൺമെന്റൽ എക്കണോമിക്സ് ആൻഡ് ഡെമോഗ്രഫി പൊതുവിൽ എനിക്കൊക്കെ ഏറ്റവും പഠിക്കാനായിട്ട് അല്ലെങ്കിൽ പഠിപ്പിക്കാനായിട്ടും ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ്. കാരണം ഇതൊന്നും ഈ പറഞ്ഞ പോലെ എന്തും ചോദിക്കാനുള്ള സാധ്യത NTA ഉണ്ട്. പക്ഷേ ചില ഭാഗങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ നമ്മൾ പബ്ലിക് ഇക്കണോമിക്സ് നമ്മൾ പബ്ലിക് ഗുഡ് പഠിച്ചു. ഇവിടെയും സെയിം കോൺസെപ്റ്റ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അവിടെ നമ്മൾ കോസ്റ്റ് തിയറം പഠിച്ചു. ഇവിടെ നമ്മൾ കോസ്റ്റ് തിയറമാണ് പഠിക്കുന്നത്. പക്ഷേ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് തിയറീസ് ഓഫ് പോപ്പുലേഷൻ.
ബ്ലാക്കേഴ്സ് തിയറി ഓഫ് പോപ്പുലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തിയറി ഉണ്ട്. മാൽത്തൂഷ്യൻ തിയറി ഓഫ് പോപ്പുലേഷൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവും. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ് ഈ പോപ്പുലേഷൻ തിയറീസ് റിലേറ്റഡ് ആയിട്ട്. ഒന്നില്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ സ്റ്റേജസിനെ അറേഞ്ച് ചെയ്യാനായിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഇയർ ക്രോണോളജിക്കലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. തിയറീസ് ഓഫ് പോപ്പുലേഷൻ ഒരു കാരണവശാലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അടുത്തത് ഈ വാല്യുവേഷൻ ഓഫ് എൻവയോൺമെന്റൽ ഗുഡ്സ്. നിങ്ങൾ ഒരുപാട് ടെക്നിക്കലി കേട്ടിട്ടുണ്ടാവില്ലേ? കറണ്ട് ചെയ്ത മൈൻഡിലേക്ക് ഇനി ഓർമ്മ വരുന്നില്ല. വാല്യുവേഷൻ ഓഫ് എൻവയോൺമെന്റൽ ഗുഡ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് കേട്ടോ. പിന്നെ ഈ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് ഈ കഴിഞ്ഞ എക്സാമിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡെമോഗ്രഫിക് ഡിവിഡൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ലൈഫ് ടേബിൾ. അപ്പം ഞാൻ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് മിസ് ഇപ്പൊ എല്ലാ ഭാഗങ്ങളും പറയുന്നുണ്ടല്ലോ, പക്ഷെ ഈ സാധനങ്ങൾ ഫുള്ള് നമുക്ക് എന്താണ് സ്കിപ്പ് ആണ് കേട്ടോ. യെസ്, ഹെഡോണിക് പ്രൈസിംഗ് മെത്തേഡ് കേട്ടോ. ഹെഡോണിക് പ്രൈസിംഗ് മെത്തേഡ് ഒക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പം ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? ഓൾറെഡി പബ്ലിക് എക്കണോമിക്സ് നമ്മൾ പഠിച്ചു. അത് അവിടെ മാറ്റി വെക്കുക, എവിടെയെങ്കിലും ഓർമ്മ നമുക്ക് പഠിച്ചാൽ മതിയല്ലോ. പിന്നെ വാല്യുവേഷൻ ഓഫ് എൻവയോൺമെന്റൽ ഗുഡ്, തിയറീസ് ഓഫ് പോപ്പുലേഷൻ, ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്താണെന്ന്, ലൈഫ് ടേബിൾ എന്താണെന്ന്. ലൈഫ് ടേബിളിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അതായത് ലൈഫ് ടേബിളിലൊക്കെ കോൺസെപ്റ്റ് അതുപോലെ തന്നെയാണ്, അവർക്ക് ഇങ്ങനെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം ഒരു ക്വസ്റ്റ്യൻ എന്ത് ചോദിച്ചു അതിങ്ങനെ കോപ്പി ചെയ്ത് അടുത്ത വർഷം ചോദിക്കും. അതേപോലെ തന്നെയാണ്. ഇപ്പം 2024 ചോദിച്ചിട്ട് അതേ ക്വസ്റ്റ്യൻ 2024 മറ്റേ സൈക്കിളിൽ എക്സാമിന് കോപ്പി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ PYQ എടുത്ത് നോക്കിയാൽ മതി, അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം ലൈഫ് ടേബിൾ ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. പിന്നെ എല്ലാവർക്കും പഠിക്കാൻ മടിയുള്ള കോൺസെപ്റ്റ് ആണ് ഈ ഫെർട്ടിലിറ്റി, ടോട്ടൽ ഫെർട്ടിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മോർബിഡിറ്റി, മോർട്ടാലിറ്റി റേറ്റ് എന്താണ്, അതിന്റെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് പഠിക്കാം. TFR എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് TRR, NRR എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാറുണ്ട്. നമുക്ക് ഭയങ്കര എന്താ പറയാ ഒരു ഡിഫിക്കൽട്ടി ഉള്ള ടോപ്പിക്കാണ്. പക്ഷെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ സംബന്ധിച്ച് ഇത് ഏറ്റവും ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം. കാരണം ഇതങ്ങനെ വലിയ രീതിയിൽ ചോദിച്ച് കാണാറില്ല. ഇപ്പം ഒരു എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അത് പണ്ടായിരുന്നു കൂടുതലും ചോദിക്കാറുള്ളത്. ഇനിയിപ്പോ വന്നുകൂടായിക ഇല്ല. അപ്പം ഇത് കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിന്റെ ഇക്വേഷൻസ് എങ്കിലും നോക്കി വെക്കുക. ഇക്വേഷൻസ് മാച്ച് ചെയ്യാനൊക്കെയാണ് കൂടുതലും ചോദിക്കുക. അപ്പം ഒരിക്കലും വാല്യുവേഷൻ ഓഫ് എൻവയോൺമെന്റൽ ഗുഡും തിയറീസ് ഓഫ് പോപ്പുലേഷനും പിന്നെ ഡെമോഗ്രഫിക് ഡിവിഡൻഡും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ഇനി ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു അവയർനെസ് ആണ് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. ഇത് മൈക്രോ എക്കണോമിക്സിൽ നിന്ന് ഒരുപാട് വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിന്റെ ടേബിൾ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇതിലും നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി കാണാം. പക്ഷെ ബാക്കിയുള്ള യൂണിറ്റുകളെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് മൈക്രോ ഒക്കെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ ടേമിൽ മൈക്രോ എന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്പർ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. പക്ഷെ 9 അത്ര കുറവെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അതിന് തൊട്ട് മുൻപ് 11 ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചിന്തിക്കണം, 17 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ടേം ഉണ്ട് ജൂൺ 2024. അതായത് നമ്മൾ ക്യാൻസൽ ചെയ്ത് എക്സാം കേട്ടോ, ക്യാൻസൽ ചെയ്ത് പിന്നെ നമ്മൾ റീ അറ്റംപ്റ്റ് നടത്തിയിട്ടുള്ള എക്സാം. മാക്രോയൊക്കെ എടുത്ത് നോക്കിക്കേ, മാക്രോയും ഇതുപോലെ തന്നെയാണ്. ഇത്തവണ 10 ചോദിച്ചു, അതിന് മുമ്പ് 15 ചോദിച്ചു, 17 ചോദിച്ചിട്ടുണ്ട്, 15. അപ്പം ഇത് അത്യാവശ്യം ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ്. പക്ഷെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇത് സ്റ്റാറ്റിയും ഇക്കണോമെട്രിക്സും കൂടെ ക്ലബ് ചെയ്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു നമ്പർ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത്തവണ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് ഒരു 7 അല്ലെങ്കിൽ 8 ക്വസ്റ്റ്യനും 7 ക്വസ്റ്റ്യനും എക്കണോമെട്രിക്സിൽ നിന്ന് 3 ക്വസ്റ്റ്യനും അങ്ങനെയാണ് തോന്നുന്നു ഈ ഒരു ടേമിൽ ചോദിച്ചിട്ടുള്ളത്. അതായത് ഡിസംബർ 2025 കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇത് രണ്ടും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നമ്പർ ആണ് കേട്ടോ. സ്റ്റാറ്റി പ്ലസ് ഇക്കണോമെട്രിക്സ് ആണ്. ഇത് സെപ്പറേറ്റ് താഴേക്കുള്ള ടേമുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു സ്റ്റാറ്റിൽ നിന്ന് 2ഉം എക്കണോമെട്രിക്സിൽ നിന്നും 8ഉം അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് മേ ബി കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ഓക്കെ, ഇനി മാത്തമാറ്റിക്കല് കണ്ടോ, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചില ടേമിൽ വളരെ കുറവ്, 4 ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഈ ടേമിൽ 9 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ആ 9ൽ 9ഉം മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് ഇനിയിപ്പോ ഒട്ടും തലേ കയറില്ല എന്ന് പറയുന്ന ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 9 ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് വെരി സിമ്പിൾ. അതിൽ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ കുറച്ചൊന്ന് നമുക്ക് നമ്മുടെ ഒരു ഏരിയ വിട്ട് ചോദിച്ചുള്ളൂ. കുറച്ച് റൂട്ടൊക്കെ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നിങ്ങൾ മേ ബി ഓർക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഒരു 9ൽ 8 ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ പോലെ കണ്ടോ, ഇന്റർനാഷണൽ എക്കണോമിക്സ് അത്രയും അടിപൊളിയായിട്ട് അതിന് തൊട്ട് മുമ്പത്തെ ടേമിലൊക്കെ ചോദിച്ചിട്ട് ഇത്തവണ അവർ നമ്മളെ കൊണ്ടുപോയിട്ട് ചതിച്ച് വെച്ച പോലെ 4 to 5 ക്വസ്റ്റിനെ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആയിരുന്നു. ഇനി നോക്കിക്കേ, എപ്പോഴും നമ്മൾ പ്രിപ്പറേഷൻ ബിഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു മിസ്റ്റേക്ക് എന്താണ്? UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷന്റെ ഗ്രാജുവേഷന്റെ ഒക്കെ ഇങ്ങനെ നോട്ടൊക്കെ നമ്മളിങ്ങനെ എടുത്ത് പഠിക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, സിലബസ് മനസ്സിലാക്കിയതിനു ശേഷം സിലബസ് അനുസരിച്ച് പഠിക്കുക എന്നതിനെക്കാട്ടിലും ഉപരി നമ്മൾ PYQs അനലൈസ് ചെയ്ത് പാറ്റേൺ മനസ്സിലാക്കുക. എന്നിട്ട് ഏരിയ, ഇപ്പൊ ഞാനിപ്പോ നിങ്ങളുടെ ഓരോ ഏരിയ പറഞ്ഞിരുന്നില്ലേ, അതിപ്പോ ഞാൻ ഇങ്ങനെ കാണാപ്പാടം വെച്ച് പഠിച്ച് ഇങ്ങനെ പറഞ്ഞിരുന്നതല്ല. നമ്മൾ ഇങ്ങനെ PYQയിലൂടെ കടന്നുപോയി നമ്മുടെ മനസ്സിലേക്ക് അത് വരുന്നതാണ്. ഓക്കെ, അപ്പം PYQs നമ്മൾ
ഇന്ത്യൻ ഇക്കോണമി ഞാൻ പറയാം കേട്ടോ, അത് ലാസ്റ്റ് ഞാൻ പറഞ്ഞു തരും കേട്ടോ ഫാത്തിമ. ഓക്കെ, അതിലൊരു ട്രിക്ക് അല്ല, എപ്പോഴും ചോദിക്കുന്ന വേറൊരു ഭാഗമുണ്ട്, ഞാൻ പറഞ്ഞുതരും. അപ്പം നമ്മൾ PYQs സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അനലൈസ് ചെയ്യണം. അതിനാദ്യം നമ്മൾ മിനിമം 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കളക്ട് ചെയ്യുക. അതിന് ടോപ്പിക് വൈസ് സോർട്ട് ചെയ്യുക. ഇപ്പൊ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട്, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതില്ലേ മൈക്രോയിൽ ഇന്ന ഏരിയാസ് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഓരോ ടോപ്പിക് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിന് തൊട്ടും നേരത്തെ എഴുതി പോവുക. കൺസ്യൂമർ ബിഹേവിയറിൽ ഇത്ര ടോപ്പിക് 5 വട്ടം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ടോപ്പിക്കലി സോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് മേ ബി ടൈം എടുക്കുമായിരിക്കും. ഓക്കെ, മേ ബി നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടും സമയം എടുക്കുമായിരിക്കും, നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ ഒരൊറ്റ വട്ടം നിങ്ങൾ ടോപ്പിക് സോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എത്ര വട്ടം നെറ്റ് എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ടോ അത്ര വട്ടം നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് വെയിറ്റേജ് നോക്കുക. അതായത് ഏത് യൂണിറ്റിനാണ് കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ മൈക്രോനെ കമ്പയർ ചെയ്യുമ്പോൾ മാക്രോ കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട്, എക്കണോമെട്രിക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട്. ഇത് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, മാറാം, എന്നാലും ഒരു പരിധി വരെ നമ്മുടെ കൺട്രോളിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന കാര്യമാണ് ഈ വെയിറ്റേജ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്. അടുത്തത് സ്പോട്ട് ഹിഡൻ ഗ്യാപ്സ്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നമ്മളടുത്ത് ഒരു വട്ടം ചോദിച്ചത് 2023 ചോദിച്ചൊരു കോൺസെപ്റ്റ് ആണ് ഇൻഡയറക്ട് യൂട്ടിലിറ്റി ഫംഗ്ഷൻ. മൈക്രോ ഒന്നുകൂടി പറയാമോ? യെസ്, മൈക്രോ ഞാൻ പറയാം കേട്ടോ. അപ്പം ഈ ഹിഡൻ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് എല്ലാരെ സംബന്ധിച്ചും ഈസി ആയിരിക്കില്ല. ഇപ്പം 2023 ഡിസംബറിൽ നമ്മൾ ചോദിച്ച ഒരു ഏരിയ ആയിരുന്നു ഇൻഡയറക്ട് യൂട്ടിലിറ്റി ഫംഗ്ഷൻ. കുറച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതിന്റെ അത്യാവശ്യം നല്ല ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇൻഡയറക്ട് യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് ചോദിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞു മെട്രിക്സസ് എപ്പോഴും ചോദിക്കുന്ന ഏരിയ ആണ്. അപ്പൊ മെട്രിക്സ് നമുക്ക് ബോർഡഡ് ഹെസ്സിയൻ മെട്രിക്സ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ബോർഡഡ് ഹെസ്സിയൻ മെട്രിക്സും ജാക്കോബിയൻ മെട്രിക്സും ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ആരുമില്ലേ പഠിച്ചത്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ PGക്കും ഡിഗ്രിക്കും ഒക്കെ. യെസ്, ഇപ്പൊ എപ്പോഴും നമ്മളത് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കാണാറില്ലേ? ഹെസ്സിയൻ ഇൻഡെക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ എത്രതാണെങ്കിൽ അത് മാക്സിമത്തിന്റെ കണ്ടീഷൻ ആണ്, മിനിമത്തിന്റെ കണ്ടീഷൻ ആണെന്നൊക്കെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്തോ വലിയ സാധനമാണ്, പക്ഷെ വളരെ ബേസിക് സാധനമാണ്. വളരെ 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 ബേസിക് ആണ്, ആർക്കും കണ്ടുപിടിക്കാൻ പറ്റും. ആർക്കും കണ്ടീഷൻസ് ബൈ ഹാർട്ട് പോലും പഠിക്കണ്ട, ലോജിക്കലി നമുക്കത് ചെയ്യാൻ അറിയെങ്കിൽ, ജസ്റ്റ് ബേസിക് മെട്രിക്സ് അറിയുമെങ്കിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിലബസിൽ എടുത്ത് പറയുന്നില്ല. സിലബസിൽ മെട്രിക്സ് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ എന്താണ്, ഇത്തരത്തില് പുതിയതായിട്ടുള്ള ഏരിയാസ് അവർ അനലൈസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ബോർഡഡ് ഹെസ്സിയനും സ്പെഷ്യൽ മെട്രിക്സ് ഞാനിപ്പോ ഹെസ്സിയൻ മാത്രമേ കൊടുത്തുള്ളൂ. ജാക്കോബിയൻ മെട്രിക്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, അത് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ജൂൺ 2024 ജാക്കോബിയൻ മെട്രിക്സ് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് ജാക്കോബിയൻ മെട്രിക്സ് പ്രകാരം ചെയ്യുക എന്നുള്ളതല്ല ചോദിച്ചത്, ഒരു മാത്സ് പ്രോബ്ലം തന്നിട്ട് അത് ചെയ്യാനും. പക്ഷെ അത് ജാക്കോബിയൻ മെട്രിക്സ് അറിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങളൊക്കെ JRFന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിരൻസ് ഉണ്ടെങ്കിൽ അവർ ഇത്തരത്തിലുള്ള ഹിഡൻ ഗ്യാപ്സ് ഡെഫിനറ്റ്ലി ഐഡന്റിഫൈ ചെയ്യുക. കാരണം മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യണമെങ്കിൽ വി ഷുഡ് ഹാവ് ടു ഐഡന്റിഫൈ ദിസ് ഹിഡൻ ഗ്യാപ്സ്. ഓക്കെ, ഇത് നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ. ഇനി PYQ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്നുള്ളതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയാണ് ഞാനിപ്പോ ഇത്രയും നേരം ഇങ്ങനെ പറഞ്ഞതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇത് ഡിസംബർ 2022 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നമ്മളെ സ്കൂൾ ഓഫ് തോട്ട് സ്റ്റാർട്ടിങ് ഫ്രം ദ ഓൾഡസ്റ്റ് ടു നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ടും ഒന്ന് നോട്ട് ചെയ്യേണ്ട പോയിന്റ്, സ്റ്റാർട്ടിങ് ഫ്രം ദ ഓൾഡസ്റ്റ്. അപ്പൊ ചില ആസ്പിറൻസ് ഇങ്ങനെ സ്റ്റാർട്ടിങ് ഫ്രം ദ ഓൾഡസ്റ്റ് ഒന്നും വായിക്കില്ല. നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ അറിയുന്ന ആ ഒരു എന്താ പറയാ ത്വര കാരണം നമ്മൾ മേ ബി സ്റ്റാർട്ടിങ് ഫ്രം ദ ഓൾഡസ്റ്റിന് പകരം നേരെ ഓപ്പോസിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇത് ഡിസംബർ 2022 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസിയാണ്. ഇതിന്റെ ഓപ്ഷൻസ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല, വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇനി നോക്കിക്കേ, ഇത് ജൂൺ 2024 ചോദിച്ചിട്ടുള്ളതാണ്. അറേഞ്ച് ദ ഗിവൺ സ്കൂൾ ഓഫ് തോട്ട് ഇൻ മാക്രോ ഇക്കണോമിക്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. അപ്പം ഇവിടെയും ഫ്രം ദ ഓൾഡസ്റ്റ് ടു മോസ്റ്റ് റീസെന്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ വെറും ഒരു എക്സാമ്പിൾ ആയിട്ട് മാത്രം എടുത്തിട്ടുള്ളതാണ്. പക്ഷെ ഈ സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾ PYQ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മിനിമം ഏറ്റവും കുറഞ്ഞത് 6 തവണയെങ്കിലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ പറയുന്നത് 6 തവണ. 2020 മുതൽ നിങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മിനിമം 6 തവണയെങ്കിലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്കൂൾ ഓഫ് തോട്ടിന്റെ ക്രോണോളജി ഒരിക്കലും നമ്മൾ മിസ് ചെയ്യരുത്. അടുത്തത് ഇന്റർനാഷണൽ തിയറി നമ്മൾ പഠിക്കുന്ന സമയത്ത് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറിയും പിന്നെ നമ്മുടെ ടെക്നോളജിക്കൽ ഗ്യാപ്പ് തിയറിയും ഒക്കെ നമ്മൾ പഠിക്കാറുണ്ട്. റെയ്മണ്ട് വണ്ണിന്റെ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ? അപ്പം അതിന്റെ സ്റ്റേജസ്
ചോദിച്ചിട്ടുള്ള ഒരു ഇയർ ആണ് 2022 ജൂൺ. In which stage of product life cycle the imitating country starts producing the product for domestic consumption? അത് സ്റ്റേജ് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ 2022 ജൂണിൽ ചോദിച്ചു. ഡിസംബർ 2000 നിങ്ങൾ ആലോചിക്കണം, സെയിം ഇയറിൽ വേറെ സൈക്കിൾ ആണ് ചോദിക്കുന്നത്, പക്ഷെ എന്താണ് സെയിം തിയറി ആണ്, വേറെ സ്റ്റേജ് ആയെന്ന് മാത്രം. ഇമിറ്റേറ്റിംഗ് കൺട്രി സ്റ്റാർട്ട്സ് അണ്ടർ സെല്ലിംഗ് ദി ഇന്നോവേറ്റിംഗ് കൺട്രി ഇൻ തേർഡ് മാർക്കറ്റിൽ അണ്ടർ സെല്ല് ചെയ്യുന്ന സ്റ്റേജ് ഏതാണ്? കണ്ടോ, ഒരു തിയറി തന്നെ വേറെ രീതിയിൽ തന്നെ ചോദിച്ചു. ഇനി മൈക്രോ ഞാൻ പറഞ്ഞു, പിൻഡിക് ആൻഡ് റൂബിൻഫീൽഡിന്റെ ബുക്കിൽ നിന്നാണ് ക്വസ്റ്റൻസ് വരികയാണ്. ഇത് ജൂൺ 2025 ഒരു ക്വസ്റ്റൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗെയിം ഡസ് നോട്ട് ഹാവ് എനി നാഷ് ഇക്വിലിബ്രിയം? നാഷ് ഇക്വിലിബ്രിയം ഇല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റനിൽ ചോദിച്ചത്. ഞാനിപ്പോ ക്വസ്റ്റനും ആൻസറും ഒന്നും ഇവിടെ പറയുന്നില്ല. ഇതിന്റെ ക്വസ്റ്റനും ആൻസറും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഇക്കോഡൊമൈന്റെ കോഴ്സിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം ഇത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഹാവ് എ നാഷ് ഇക്വിലിബ്രിയം എന്നുള്ള ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇത് പിൻഡിക് ആൻഡ് റൂബിൻഫീൽഡിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇതുവരെ ഈ പ്രിസണേഴ്സ് ഡിലേമ നമുക്ക് ക്വസ്റ്റൻ ചോദിക്കാറുണ്ട്, പക്ഷെ ഈ സ്റ്റാർഹൺ ഗെയിമും അല്ലെങ്കിൽ മാച്ചിങ് പെൻഡിസ് ഗെയിമും ഒന്നും ഇതുവരെ NTA-യുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടില്ല, എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടില്ല. പക്ഷേ നിങ്ങളോട് നോക്കിക്കേ, ഞാനിവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് പിൻഡിക് ആൻഡ് റൂബിൻഫീൽഡിന്റെ ബുക്കിന്റെ ഒരു ഇമേജ് ആണ് കേട്ടോ. ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് ഇവിടെ വെച്ചതാണ്. ഇത് ഞാൻ മിക്സ്ഡ് സ്ട്രാറ്റജി മാച്ചിങ് പെൻഡിസ് ഗെയിമിന്റെ ഒരു സ്ക്രീൻഷോട്ട് ആണ്. നോക്കിക്കേ, ഈ സെക്കൻഡ് പാരഗ്രാഫ് നിങ്ങൾ നോക്കുക കേട്ടോ. Note that there is no Nash equilibrium in poor strategy for this game. ഓക്കെ, അപ്പൊ എന്താണ്, മാച്ചിങ് പെൻഡിസിനാണ് ഇവിടെ എന്തില്ലാത്തത്, നാഷ് ഇക്വിലിബ്രിയം ഇല്ലാത്തത്. ഓക്കെ, കൃത്യമായിട്ട് അപ്പൊ നിങ്ങൾ അനലൈസ് ചെയ്യുക. പിൻഡിക് ആൻഡ് റൂബിൻഫീൽഡിൽ നിന്നാണ് മൈക്രോന്റെ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഒരു എക്സാമ്പിൾ ആയേ. ഇനി രണ്ടാമത്തെ എക്കണോമെട്രിക്സ് ഞാൻ പറഞ്ഞു, ദാമോദർ ഗുജറാത്തിന്ന്. അപ്പൊ നിങ്ങൾക്ക് ഈ ദാമോദർ ഗുജറാത്തി പെട്ടെന്ന് വായിക്കുക, അല്ലെങ്കിൽ പിൻഡിക് ആൻഡ് റൂബിൻഫീൽഡ് പെട്ടെന്ന് വായിക്കുക എന്നുള്ളതൊക്കെ വളരെ ഡിഫിക്കൽട്ട് ആണ്. നമുക്ക് 30 ദിവസം നമ്മുടെ മുമ്പിലുള്ള, അപ്പം ഏറ്റവും അഡ്വക്കേറ്റ് ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ അല്ലെങ്കിൽ കിട്ടണമെങ്കിൽ 30 ദിവസം കൊണ്ട്, അതായത് അടുത്ത അക്കാദമിക് ഇയറിൽ വേഗം PhD ഒക്കെ ജോയിൻ ചെയ്യണം എന്നൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ഇക്കോഡൊമൈന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വൈലട്രിക്കൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഇനി നോക്കിക്കേ, ഇവിടെ അക്കോർഡിംഗ് ടു ഗ്രേഞ്ചർ ആൻഡ് ന്യൂബോൾട്ട് a good rule of thumb for suspect to estimated regression, അത് സ്പ്യൂരിയസ് റിഗ്രഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സ്പ്യൂരിയസ് റിഗ്രഷന്റെ റൂൾ ഓഫ് തമ്പ് എന്താണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്ത ഇമേജ് ആണ് നമ്മുടെ ഞെട്ടിക്കുന്ന ഇമേജ്. ഇത് ഞാൻ നമ്മുടെ ദാമോദർ ഗുജറാത്തിയുടെ ബുക്കിൽ നിന്ന് കോപ്പി ചെയ്ത് വെച്ച് അതേപോലെ ഞാൻ കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഞാൻ അടിവരയിടുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. അക്കോർഡിംഗ് ടു ഗ്രേഞ്ചർ ആൻഡ് ന്യൂബോൾട്ട്, ശ്രദ്ധിച്ചേ, ഇതേ പേര് തന്നെയാണോ നമ്മൾ ഇവിടെ കണ്ടത്? According to Granger and Newbold, the R square greater than D is a good rule of thumb to suspect that the estimated regression is spurious. അവരു സെന്റൻസ് മാറ്റിയിട്ട് തന്നെയല്ല അല്ലെ, അത് അതേപോലെ R square greater than D ആകുന്ന സമയത്താണ് എന്ത് good rule of thumb to estimate the spurious regression. R square greater than D ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, R square greater than D എന്ന് പറയാം, അല്ലെങ്കിൽ D less than R square എന്ന് പറയാം. ഓക്കെ, അപ്പം ഹൈ R square ആൻഡ് ലോ ഡർബിൻ വാട്സൺ D സ്റ്റാറ്റിസ്റ്റിക്സ്, അതാണ് ആൻസർ. അപ്പം ഇത്തരത്തിലുള്ള റെഫറൻസ് ടെക്സ്റ്റുകളാണ് NTA ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പം പെട്ടെന്ന് അത് വായിച്ച് മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. വി ഹാവ് ലിമിറ്റഡ് ടൈം. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന പോലെ 30 ദിവസം കൊണ്ട് നമ്മുടെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാം. അപ്പം സിലബസ് പ്ലസ് PYQ ആയിരിക്കും നമ്മുടെ സക്സസിന്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള റോഡ് മാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു ചിത്രം ഞാൻ ഇമേജ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയുന്നുണ്ട്, ഐ ഡോണ്ട് ഡു PYQs അറ്റ് ഓൾ. ഓക്കെ, ദെൻ ദാറ്റ്സ് എ മിസ്റ്റേക്ക്. PYQ ചെയ്തിട്ടില്ലെങ്കിൽ മക്കളെ, നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു കാരണവശാലും നമ്മൾ ഈ ഒരു കടമ്പ നടക്കില്ല. അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് PYQ. പിന്നെ പ്രിപ്പയർ എ റിയലിസ്റ്റിക് ടൈം ടേബിൾ. നിങ്ങൾ ഏത് സമയത്താണ് എണീക്കുന്നത്, നിങ്ങൾ എപ്പോഴാണ് ഉറങ്ങുന്നത്, നിങ്ങൾക്ക് എത്ര മണിക്കൂർ പഠിക്കാൻ കിട്ടും, നിങ്ങളൊരു ഹൗസ് വൈഫ് ആണോ, നിങ്ങളൊരു സ്റ്റുഡന്റ് ആണോ, അല്ലെങ്കിൽ നിങ്ങളൊരു വർക്കിംഗ് ആയിട്ടുള്ള ആളാണോ, നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പം നിങ്ങൾക്ക് പറ്റുന്ന ടൈം ടേബിൾ നിങ്ങളാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അല്ലാതെ ബാക്കിയുള്ളവർ 10 മണിക്കൂർ പഠിക്കുന്നു എന്ന് വിചാരിച്ചത് നമുക്ക് ചിലപ്പോൾ പറ്റിക്കോണമെന്നില്ല. ഓക്കെ, അത് നമ്മളെ മെന്റലി ബാധിക്കും. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന ടൈം ടേബിൾ നിങ്ങൾ റിയലിസ്റ്റിക്, അതാണ് അവിടെ റെഡ് വെച്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പറ്റുന്ന ടൈം ടേബിൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ഈ ബാക്കിയുള്ള ഒരു 10 മണിക്കൂറും 6 മണിക്കൂറും പഠിക്കുന്നുണ്ടെന്ന് വെച്ചിട്ട് ഡോണ്ട് വെറി, ഒരൊറ്റ മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നിങ്ങൾ എഫിഷ്യന്റ് ആയിട്ട് പഠിക്കുന്നതെങ്കിൽ ദാറ്റ്സ് ഇനഫ്. അത് മതി നിങ്ങൾക്ക് ഈ 30 ദിവസം കൊണ്ട് നെറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി. അത് ഷുവർ ആണ് കേട്ടോ. ഞാനൊക്കെ ഈ ഡയലോഗ് അടിക്കുന്ന ഞാനടക്കം
വെറും ഒരു 20 അല്ലെങ്കിൽ 25 ദിവസത്തിന്റെ പ്രിപ്പറേഷൻ കൊണ്ട് നെറ്റ് എക്സാം എഴുതി പോയി ക്വാളിഫൈഡ് ആയിട്ടുള്ളതാണ്. അപ്പം എനിക്ക് പഠിക്കാൻ പറ്റുന്ന സമയം എനിക്ക് അറിയുള്ളായിരുന്നു, അല്ലെങ്കിൽ എനിക്കിപ്പോ രാത്രി പഠിക്കാൻ പറ്റുന്നെങ്കിൽ ആ സമയത്ത് നമ്മളിരുന്ന് പഠിക്കുക. ഓക്കെ, റിയലിസ്റ്റിക് ആയിട്ടുള്ള ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എനിക്കറിയാം കുറച്ച് നമ്മൾ സിലബസിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇൻക്ലൂഡഡ് ആക്കാൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളെ സമയം ലിമിറ്റഡ് ആണ്. അപ്പം നിങ്ങൾ മനസ്സിൽ വെക്കുക, സിലബസ് എടുക്കുക, ഇന്ന് തന്നെ ഡൗൺലോഡ് എടുക്കുക, നാളെ പോയി പ്രിന്റ് എടുക്കുക, അത് അനലൈസ് ചെയ്ത് നിങ്ങളുടെ മനസ്സിലേക്ക് തറവായിട്ട് കൊണ്ടുവരിക. അതിനുശേഷം എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ ഓരോ ടോപ്പിക്കും അതിന്റെ PYQ പാറ്റേൺ വെച്ചിട്ട് അനലൈസ് ചെയ്യുക. ഒരാൾ മൈക്രോന്റെ കോൺസെപ്റ്റുകൾ ഒന്നും കൂടെ പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ബാക്ക് അടിച്ച് പോകുന്നത് കേട്ടോ. എബിനാണ് ചോദിച്ചിട്ടുള്ളത്. എബിനെ മൈക്രോയില് എപ്പോഴും ക്വസ്റ്റൻസ് ചോദിക്കാറുള്ള ഏരിയ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, എന്തും ചോദിക്കാം. യൂട്ടിലിറ്റി ആയിക്കോട്ടെ, ഇൻഡിഫറൻസ് കർവ് റിലേറ്റഡ് ആയിട്ടൊക്കെ ക്വസ്റ്റൻ ചോദിക്കാം. പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റില് ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, കോപ്ഡുലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ചോദിക്കാം. അതേപോലെ തന്നെ കോസ്റ്റിലും കോസ്റ്റ് കോൺസെപ്റ്റുകൾ എന്തോ ആയിക്കോട്ടെ, ഇപ്പം AC, AVC, AFC ഒക്കെ റിലേറ്റഡ് ആയിട്ട് സെന്റൻസ് വൈസ് ക്വസ്റ്റൻസ് ചോദിക്കാം. പിന്നെ ഗെയിം തിയറി വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഗെയിം തിയറിയിൽ ഇപ്പൊ ഞാൻ നേരത്തെ ക്വസ്റ്റൻ കാണിച്ചതില്ലേ, അത് നിങ്ങൾ പിൻഡിക് ആൻഡ് റൂബിൻ ഫീൽഡ് മാത്രം വായിച്ചാൽ മതി. പിൻഡിക് ആൻഡ് റൂബിൻ ഫീൽഡിന്റെ പേ ഓഫ് മെട്രിക്സ് ഒക്കെ വെച്ചിട്ടുള്ള കുറച്ച് കണക്കുകൾ ഉണ്ട്, അതായത് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ പേ ഓഫ് അതേപോലെ തന്നെ അക്കങ്ങൾ മാത്രം മാറ്റി കൊടുത്തിട്ട് അതിന് നാഷ് ഇക്വിലിബ്രിയം കാണാനും ഒക്കെ ചോദിച്ചിട്ടുണ്ട്, ഡോമിനന്റ് സ്ട്രാറ്റജി കാണാനും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത് അതേപോലെ തന്നെ പിൻഡിക് ആൻഡ് റൂബിൻ ഫീൽഡ് റെഫർ ചെയ്താൽ മതി. ഓക്കെ, സോ ഇത്രയാണ് നമ്മളിന്ന് ഉദ്ദേശിച്ചത്. അപ്പം 27-ാം തീയതി ഇക്കോഡൊമൈൻ്റെ ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ ടേമിൽ തന്നെ പെട്ടെന്ന് ക്വാളിഫൈഡ് ആകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ടും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. അഡ്മിഷന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്ട് അബൌട്ട് HL അഹൂജ? HL അഹൂജ കുഴപ്പമൊന്നുമില്ല, ബട്ട് ഞാനിപ്പം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വായിക്കാം. സിമ്പിൾ ലാംഗ്വേജ് ആണ് അഹൂജയുടെ, നമുക്ക് പെട്ടെന്ന് വായിച്ച് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും വരുന്ന റെഫറൻസ് ടെക്സ്റ്റുകളാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ചാറ്റ് ബോക്സിൽ എനിക്ക് വന്ന കമന്റ്സിനുള്ള മറുപടി കൊടുത്തതാണ്. അപ്പം കൃത്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചാറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അഡ്മിഷൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്രാഷ് സ്റ്റാർട്ട് ആവുന്നത് 27-ാം തീയതിയാണ് കേട്ടോ. 27-ാം തീയതിയാണ് നിങ്ങൾക്ക് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലായിരിക്കും ക്രാഷ് കോഴ്സ് ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അന്ന് ചോദിക്കുന്നുണ്ട് ഇന്ത്യൻ ഇക്കോണമിയുടെ കാര്യം, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇന്ത്യൻ ഇക്കോണമിയുടെ റേറ്റും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിലുണ്ട്, ജസ്റ്റ് ചെക്ക് ചെയ്യുക. എനിക്ക് ഒരുപാട് ഡയറക്റ്റ് മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ. ഇന്ത്യൻ ഇക്കോണമിയിൽ ഒരു കാരണവശാലും നിങ്ങൾ വേറൊന്നും നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും ബജറ്റും ഇക്കണോമിക് സർവേയും, ഇത്തവണ ഇക്കണോമിക് സർവേയിൽ നിന്ന് രണ്ട് ക്വസ്റ്റൻ ആണ് തോന്നുന്നു ചോദിച്ചത്. ബജറ്റിൽ നിന്ന് 4 to 5 ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട്. 4 to 5 ക്വസ്റ്റൻ. ആ ബജറ്റ് ചോദിക്കുന്ന ഏരിയ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. റുപ്പീസ് കംസ് ഫ്രം, റുപ്പീസ് ഗോസ് ടു, നിർബന്ധമായിട്ട് ഒന്ന് ചോദിക്കും. റുപ്പീസ് കംസ് ഫ്രം, റുപ്പീസ് ഗോസ് ടു എന്തായാലും ചോദിക്കും കേട്ടോ. അതായത് കൂടുതൽ റവന്യൂ കിട്ടുന്നതും അങ്ങോട്ട് നമ്മൾ മുടക്കേണ്ട എക്സ്പെൻഡിച്ചറും, ഓക്കെ, സബ്സിഡി, പെൻഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളില്ലേ, അത് എന്തായാലും ക്വസ്റ്റൻ ചോദിക്കും. പിന്നെ കുറച്ച് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സ്കീമുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓരോരോ നമ്മുടെ സെക്ടേഴ്സിനും അലോക്കേറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഉണ്ടായിരിക്കും, അതൊക്കെ ആയിരിക്കും ക്വസ്റ്റൻസ് ചോദിക്കുന്നുണ്ടായിരിക്കുക. ഇനിയിപ്പം ഇക്കണോമിക് സർവേ ആണെങ്കിലും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ട്, നമ്മുടെ FDI റിലേറ്റഡ് ആയിട്ട് അതിന്റെയൊക്കെ റേറ്റും കാര്യങ്ങളും എമൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും ക്വസ്റ്റൻ ചോദിക്കുക. ബജറ്റ് കൃത്യമായിട്ട് നിങ്ങൾ 2026-27 ബജറ്റ് നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം. ഓക്കെ, കട്ട് ആൻഡ് ഷുവർ ആയിട്ട് ബജറ്റ് അറ്റ് ഗ്ലാൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സാധനം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനിയിപ്പം നമ്മുടെ ക്രാഷ് കോഴ്സിലും നിങ്ങളുടെ ഫാക്കൽറ്റീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഡീൽ ചെയ്ത് തരും. നിർബന്ധമായിട്ടും പഠിക്കുക. ആ 5 ക്വസ്റ്റൻ ഈ പറഞ്ഞ പോലെ 10 ക്വസ്റ്റൻ നമുക്ക് വെറുതെ കിട്ടുന്ന പോലെയാണ് ബജറ്റ് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഐറിനാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് എന്താണ് ഇന്ത്യൻ ഇക്കോണമി പഠിക്കേണ്ടതെന്ന്. ഇന്ത്യൻ ഇക്കോണമി ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ഇക്കോണമി നമുക്ക് പഠിച്ചു തീരില്ല. അതുകൊണ്ട് ഈ 2 ഏരിയ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 7 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 7-ൽ 4 എണ്ണോ അല്ലെങ്കിൽ 5 എണ്ണോ മിനിമം ആൻസർ ചെയ്യാൻ പറ്റും, ബജറ്റും ഇക്കണോമിക് സർവേയും പഠിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. ക്ലിയർ അല്ലേ ഐറിൻ? ബജറ്റിലേക്ക് അതേപോലെ ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ. മാം തന്നെയാണോ ക്ലാസ് എടുക്കുന്നത്? നമുക്ക് നോക്കാം കേട്ടോ. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, ചാറ്റ് ബോക്സ് നോക്കുക. സോ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. സമയമില്ല എന്ന് വിചാരിച്ചിട്ട് ആരും വെറുതെ ഇരിക്കരുത്. ഇനഫ് ടൈം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള സമയമാണ് ഇത്. ഈ സമയം മതി. ഓക്കെ, ഒരുപാട് സമയം ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ലേസി ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യുക. കൃത്യമായിട്ടുള്ള സമയം എഫിഷ്യന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഷുവറായിട്ടും എല്ലാവർക്കും ഈ ഒരു ജൂൺ ടേമിൽ തന്നെ നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റട്ടെ. റെഫറൻസ് ബുക്ക്, ഒരുപാട് റെഫറൻസ് ബുക്കുകൾ ഉണ്ട് കേട്ടോ.
താങ്ക് യു ഫാത്തിമ. റെഫറൻസ് ബുക്കുകൾ ഇപ്പൊ മൈക്രോ ആണെങ്കിൽ പിന്നിക് ആൻഡ് റൂബിൻ ഫീൽഡ്, ഇക്കണോമെട്രിക്സ് നമ്മുടെ ദാമോദർ ഗുജറാത്തി, ശങ്കർകുമാർ ഭൗമിക്ക് ചെയ്യാം. ഇന്റർനാഷണൽ ആണെങ്കിൽ സാൽവട്ടോർ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.